യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ശ്രദ്ധിച്ചാൽ കർത്താവ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ച ശേഷം നല്ലത് എന്ന ദൈവം കണ്ടു. എന്നാൽ ഒരു ദിവസത്തെ സൃഷ്ടിപ്പിനെ നോക്കി ദൈവം നല്ലതെന്ന് പറഞ്ഞില്ല. പൊതുവേദിയിൽ അത് ഏത് ദിവസത്തെ സൃഷ്ടിപ്പാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു മറുപടി 6-ാം ദിവസത്തെ സൃഷ്ടിപ്പാണ്. എന്നാൽ 6-ാം ദിവസത്തെ സൃഷ്ടിപ്പിനെ നോക്കിയല്ല ദൈവം നല്ലതെന്ന് പറയാതിരുന്നത്. 2-ാം ദിവസത്തെ സൃഷ്ടിപ്പിനെ നോക്കിക്കാണ്. 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം വെള്ളങ്ങൾക്ക് മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അവൻ വിധാനത്തിന് ആകാശം എന്ന് പേർ വിളിച്ചു. വിധാനത്തിന് മുകളിലുള്ള വെള്ളം, വിധാനത്തിന് താഴെയുള്ള വെള്ളം എന്ന വെള്ളത്തെ 2ആയി പകുത്തു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. അവിടെ നല്ലതെന്ന് പ്രസ്താവിച്ചിട്ടില്ല. ബാക്കി എല്ലാ ദിവസത്തെ സൃഷ്ടിപ്പുകളെ നോക്കി നല്ലത് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, നല്ലത് സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. എന്നാൽ 2-ാം ദിവസത്തെ മാത്രം നോക്കി നല്ലതെന്ന് ദൈവം പറയുന്നില്ല. അപ്പോൾ ഈ സൃഷ്ടിപ്പിൽ ഏതോ ഒരു ആകായ്മയുണ്ടെന്ന് വ്യക്തം. ബാക്കി എല്ലാ ദിവസങ്ങളെ നോക്കി നല്ലതെന്ന് പറഞ്ഞ ദൈവം ഈ 2-ാം ദിവസത്തെ സൃഷ്ടിപ്പിനെ നോക്കി നല്ലതെന്ന് പറയാത്തതിനാൽ ആ സൃഷ്ടിപ്പിൽ ഏതോ ഒരു ആകായ്മ നമുക്ക് ദർശിക്കുവാൻ കഴിയും. വേദപുസ്തകന്മാർ 2 കാര്യങ്ങളാണ് അതിനെ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ആദിയിൽ തന്നെ അവസാനം കാണുന്ന ദൈവം ഈ സൃഷ്ടിപ്പിന്റെ 2-ാം ദിവസം വിധാനത്തിന് മുകളിൽ, ആകാശത്തിന് മുകളിൽ കെട്ടിവച്ചിരിക്കുന്ന ഈ വെള്ളം നോഹയുടെ കാലത്ത് ഭൂമിയെ നശിപ്പിക്കുവാൻ ഭൂമിയിലേക്ക് ഒഴുക്കുമെന്ന ദൈവത്തിന് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ നോഹയുടെ കാലത്ത് ഈ ഭൂമി വെള്ളത്താൽ നശിച്ചത് കേവലം മഴ കൊണ്ട് മാത്രമല്ല. 3 പ്രസ്താവനകളാണ് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. 1, അവൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു. 2, ആഴിയുടെ ഉറവകളെ തുറന്നു. 3, മഴയും പെയ്തു. ഈ 3 കാരണങ്ങളാലാണ് ജലപ്രളയം സംഭവിച്ചത്. കേവലം മഴ കൊണ്ട് മാത്രമല്ല, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നപ്പോൾ സൃഷ്ടിപ്പിന്റെ 2-ാം ദിവസം കെട്ടിവച്ചിരിക്കുന്ന ഈ വെള്ളമാണ് ഭൂമിയിലേക്ക് ഒഴുകുന്നത്. ചില ബൈബിൾ കമന്ററികളിൽ അത് മേഘമാണ്, വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുലയും മേഘത്തിന്റെ കെമിക്കൽ ഫോർമുലയും ഒന്നാണ് H2O എന്നൊക്കെ ചില കമന്ററി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ H2O സിദ്ധാന്തമൊന്നും കൊണ്ടുവരണ്ട. വിധാനത്തിന് മുകളിൽ വെള്ളമെന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാണ്. ഭൂമിയെ നാസ്തിത്വത്തിൽ തൂക്കുവാൻ കഴിയുന്ന ദൈവത്തിന് ആകാശത്തിന് മുകളിൽ വെള്ളം കെട്ടിവയ്ക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സൃഷ്ടിപ്പിന്റെ 2-ാം ദിവസം കെട്ടിവച്ച ഈ വെള്ളം നോഹയുടെ കാലത്ത് ഭൂമിയിലേക്ക് ഒഴുകപ്പെടാൻ പോവുകയാണ്. അത് നല്ല കാര്യമല്ല. രണ്ടാമത്, നല്ലത് എന്ന് പറയാത്തത് പിശാചിന്റെ ഇന്നത്തെ അധിവാസം ഈ ആകാശമണ്ഡലങ്ങളിലാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പൊ അതൊരു നല്ലൊരു സ്ഥലമല്ല. ഈ 2 കാരണങ്ങളാലായിരിക്കാം ദൈവം നല്ലതെന്ന് പറയാതിരുന്നത്. 6 ദിവസത്തെയും സൃഷ്ടിപ്പ് കഴിഞ്ഞു. 6-ാം ദിവസം സന്ധ്യാസമയം ഈ ദൈവം തിരിഞ്ഞു നോക്കി പറയുന്ന ഒരു പ്രസ്താവനയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഒടുവിലത്തെ വാക്യമാണ് 31-ാം വാക്യം. താൻ സൃഷ്ടിച്ചതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. കേവലം 6-ാം ദിവസത്തെ സൃഷ്ടിപ്പ് മാത്രമല്ല ഇപ്പോൾ ദൈവം നോക്കുന്നത്, സൃഷ്ടിച്ചതിനെ മുഴുവനും നോക്കി. 1-ാം ദിവസം മുതൽ 6-ാം ദിവസം വരെ താൻ സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടിപ്പും ദൈവം നോക്കിയിട്ട് ഇപ്പോൾ പറയുന്നത് നല്ലതെന്ന് മാത്രമല്ല, അത് എത്രയും നല്ലതെന്ന്. അപ്പൊ നല്ലതല്ലാത്ത 2-ാം ദിവസത്തെ സൃഷ്ടിപ്പും ഇപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എത്രയും നല്ലതായി കാണുകയാണ്. അതിന് കാരണം അടുത്ത ദിവസം ശബത്താണ്, അടുത്ത ദിവസം സ്വസ്ഥതയാണ്. ദൈവം
തന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നു, താൻ സൃഷ്ടിച്ചതെല്ലാം എത്രയും നല്ലത്. നല്ലതല്ലാത്ത രണ്ടാം ദിവസത്തെ സൃഷ്ടിപ്പ് പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇപ്പോൾ എത്രയും നല്ലതായി കാണുകയാണ്. ഇതിനകത്ത് ഒരു ആത്മീയ സന്ദേശം എന്നോട് നിങ്ങളോടുമായിട്ടുണ്ട്. 6 എന്നുള്ളത് മനുഷ്യന്റെ സംഖ്യയാണ്. സാധാരണ ബൈബിൾ കോളേജുകളിലും സ്കൂളുകളിലും വേദപുസ്തക സംഖ്യാശാസ്ത്രം പഠിപ്പിക്കും. സംഖ്യകൾക്കെല്ലാം അർത്ഥങ്ങളുണ്ട്. അതിൽ 6 എന്ന സംഖ്യ അർത്ഥമാക്കുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. മനുഷ്യന്റെ ആയുസ്സാണ് ഈ 6 എന്ന സംഖ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതകാലത്തിൽ നല്ലതെന്ന് തോന്നുന്ന അനേക ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലതല്ലാത്ത രണ്ടാം ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ നല്ലതല്ലെന്ന് ദൈവോട്ട് പറയുന്നുമില്ല, നല്ലതെന്നും പറയുന്നില്ല, നല്ലതല്ലെന്നും പറയുന്നില്ല. അപ്പൊ അതിനകത്ത് കൺഫ്യൂഷനും വരുന്നുണ്ട്. ഇതുപോലെ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് തന്നെ ഉത്തരം കിട്ടാത്ത രണ്ടാം ദിവസം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ലോകം നമുക്ക് വേണ്ടി വിധി പറയുന്ന രണ്ടാം ദിവസം. ചിലത് നല്ലതെന്ന് പറയുന്നു, ചിലത് മോശമെന്ന് പറയുന്നു. ഉത്തരം കിട്ടാത്ത വഴിമുട്ടിപ്പോകുന്ന രണ്ടാം ദിവസങ്ങളും ദൈവമക്കൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മുടെ ജീവിതകാലം അവസാനിക്കുമ്പോൾ നാം നമ്മുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കണം. അന്നേരം നമുക്ക് പറയാൻ കഴിയും, ദൈവം എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം എത്രയും നല്ലതെന്ന് അന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. രണ്ടാം ദിവസം നിന്നുകൊണ്ട് നല്ലതാണോ തീയതാണോ എന്ന് വിധിക്കാൻ പോയാൽ നമുക്ക് മൊഴിമുട്ടിപ്പോകും. എന്നാൽ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നാം നമ്മുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, എത്രയും നല്ലത് എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീരും. അന്നേരം മാത്രമേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന വാക്യത്തിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ മഹത്വം. എനിക്കറിയാവുന്ന ഒരു സഹോദരി, ഒരു മാതാവ് മരിച്ച ശേഷം ആ മാതാവ് വളരെ നേരത്തെ മരിച്ചു പോയി. 2 കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ മാതാവ് മരിക്കുന്നത്. ആ മകള് വളർന്നു, ഇപ്പോൾ ചിക്കാഗോയിലുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മകളുടെ വീട്ടിൽ പോയി താമസിക്കുകയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാതാവ് മരിച്ചപ്പോൾ എനിക്കറിയാവുന്ന ആ സഹോദരി ഈ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഈ ഫ്യൂണറെല്ലാം കഴിഞ്ഞ ശേഷം മോളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, ആന്റി എന്റെ മമ്മി മരിച്ചതാണോ നന്മയെന്ന് ആന്റി പറയുന്നു. ഇതൊരിക്കലും നന്മയല്ല എന്ന് പറഞ്ഞ് തട്ടിക്കരുത്. അപ്പോൾ ആ വേദനാ വേളയിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം, ഈ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന ദുഃഖവേള പറയാൻ എളുപ്പമാണ്. ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് ആ വാക്യം ഉള്ളിയ അവസ്ഥയിൽ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. എന്നാൽ ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ 6 ദിവസവും കഴിയും. നിത്യതയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മാത്രമേ തിരിഞ്ഞു നോക്കി പറയാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എസ്തർ തന്റെ ശൈശവപ്രായത്തിൽ അനാഥ പെൺകുട്ടിയാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ആ കാരണത്താൽ തന്നെ അവൻ ചിറ്റപ്പനായ മോർദെഖായിയുടെ സംരക്ഷണം കീഴില്ല. ആ കാരണത്താൽ തന്നെ ശത്രു സൈന്യം ആക്രമിക്കുമ്പോൾ മോർദെഖായിയെ പിടിച്ചുകൊണ്ടു പോകുന്ന കൂട്ടത്തിൽ ഈ എസ്തേരെ കൂടെ പിടിച്ച പാഴ്സി രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ആയിരിക്കുമ്പോഴാണ് വസ്തി രാജ്ഞിക്ക് രാജ്ഞി സ്ഥാനം നഷ്ടപ്പെടുന്നു. മറ്റൊരു രാജ്ഞിയെ അന്വേഷിച്ചു. ആ കൂട്ടത്തിൽ എസ്തേറിന് നറുക്ക് വീണു. അവളും ഹേഗായിയുടെ സംരക്ഷണയിലായി. ശുദ്ധീകരണ കാലം കഴിഞ്ഞ അവൾ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ
രാജാവിന് അവളോട് പ്രീതി തോന്നി പൊഞ്ചങ്കോൽ നീട്ടി വസ്തിക്ക് പകരം എസ്തേറിനെ രാജ്ഞിയാക്കി. കാലം മുന്നോട്ട് പോകുമ്പോൾ ഹാമാൻ അവന്റെ കുടില തന്ത്രത്താൽ യഹൂദ ജാതിയെ മുഴുവനും കൊന്നു മുടിക്കുവാൻ രാജകൽപ്പന പുറപ്പെടുവിച്ചു. രാജാവ് അറിയാതെ കൽപ്പനയൊക്കെ ഒപ്പിട്ട് വിട്ടു. ഈ സമയത്ത് മോർദെഖായി ആളെ എസ്തേരോട് പറയുന്നു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരു സ്ഥാനത്ത് നിന്ന് രക്ഷയുദ്ധാരണം ഉണ്ടാകും, നീ എന്നിന്റെ പ്രതിഭവനം നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടാണ് നീ രാജസഭയിൽ വന്നിരിക്കുന്നത്. വ്യവസ്ഥ പ്രകാരമല്ലെങ്കിലും അവൾ ഉപവസിച്ചു, അവളുടെ ദാസിമാർ ഉപവസിച്ചു. രാജസന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ രാജാവിന് അവളോട് പ്രീതി തോന്നി പൊഞ്ചങ്കോൽ നീട്ടി, രാജ്ഞി നിന്റെ ആഗ്രഹം എന്താ? രാജ്യത്തിൽ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് തരാം. അവള് പറഞ്ഞു, അവളെ തരണമെന്നല്ല പറഞ്ഞത്, വരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരുക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം. വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ചോദ്യം ആവർത്തിക്കപ്പെടുന്നു, രാജ്ഞി ആഗ്രഹം എന്താ? രാജ്യത്തിൽ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് തരാം. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇനി ഒരു വിരുന്ന് ഒതുക്കും. അതിന് രാജാവും ഹാമാനും കടന്നു വരണം. ഈ സമയത്ത് ഈ ഹാമാൻ നേരെ വീട്ടിൽ ചെന്ന ഭാര്യയായ സേറസിനെ വിളിച്ച് നടന്ന സംഭവം എല്ലാം ഇങ്ങനെ പപ്പം തൂവലൊക്കെ പിടിപ്പിച്ച ഭാര്യയോട് അത് ഏൽപ്പിച്ചു. രാജാവിനിക്ക് സ്ഥാനക്കയറ്റം തന്നു. രാജ്ഞി ഒരിക്കൽ വിരുന്നിന് എന്നെ വിളിച്ചു. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറയുക, പക്ഷെ മോർദെഖായി നിമിത്തം എനിക്കൊരു മനസ്സമാധാനമില്ല. അവരെഴുന്നേൽക്കുന്നില്ല, കുമ്പിടുന്നില്ല. ഉടനെ സേറസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം നമുക്കുണ്ടാക്കാം. നാളെ രാവിലെ രാജസഭയിൽ ചെന്ന ഈ മോർദെഖായെ കഴുകിൽ കയറ്റാൻ ആവശ്യപ്പെടാം. നിനക്ക് സന്തോഷമായി വിരുന്നിന് പോകാമല്ലോ. അന്ന് രാത്രി ഭക്തന് വേണ്ടി ഒരു കഴുകുമരം ഒതുക്കുമ്പോൾ അന്ന് രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രി. അവൻ ദിനവൃത്താന്ത പുസ്തകം വായിച്ചപ്പോൾ തന്നെ അപായപ്പെടുത്തുവാൻ 2 ഷണ്ഡന്മാർ ഉദ്ദേശിച്ചതും അത് കൊട്ടാരത്തിൽ മോർദെഖായി കതവ് കിട്ടി കൊട്ടാരത്തിൽ അറിയിച്ചതും അങ്ങനെ ഈ രാജാവ് രക്ഷപ്പെട്ടതുമായി ചരിത്രം എഴുതിയിരിക്കുന്നു. പക്ഷെ മോർദെഖായിക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തതായി എഴുതിയിട്ടില്ല. ഇവർക്ക് അന്വേഷിച്ചു, ഈ മോർദെഖായിക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. നേരം വെളുക്കാൻ കാത്തിരുന്നു രാജാവ് മോർദെഖായിയെ ബഹുമാനിക്കാൻ. നേരം വെളുക്കാൻ കാത്തിരുന്നു ഹാമാൻ മോർദെഖായിയെ കഴുകിൽ കയറ്റാൻ. രാജാവ് വണ്ണിഞ്ഞിട്ട് എഴുന്നേറ്റപ്പോൾ ഹാമാൻ കയറി വന്നു. ഒരു മുഖപതയും കൂടാതെ രാജാവിന്റെ ചോദ്യം, രാജാവ് ബഹുമാനിപ്പാനിച്ചിരിക്കുന്ന പുരുഷന് എന്തെല്ലാം ചെയ്യണം? ഈ വിഡ്ഢി ചിന്തിച്ചു, എന്നെ ബഹുമാനിക്കാൻ പോകും. ഒരു നീണ്ട പട്ടി അങ്ങോട്ട് അവതരിപ്പിച്ചു. രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് അവനെ കയറ്റണം, അവനെ രാജവസ്ത്രം അണിയിക്കണം, എന്നിട്ട് അവനെ കൊണ്ടു നടന്നിട്ട് രാജാവിന്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാർ ഒരുത്തൻ ഇങ്ങനെ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ബഹുമാനിക്കാൻ പോകുന്നത് പടിവാതിക്കൽ ഇരിക്കുന്ന മോർദെഖായി വെള്ളടി ഏറ്റതുപോലെ. അടുത്ത് ദേ പറയുക, എന്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാർ ഒരുത്തൻ നീ ആണല്ലോ, നീ തന്നെ വേണം ഇത് വിളിച്ചു പറയാൻ. അടുത്ത അടിയേറ്റു. ഇദ്ദേഹം തിരിഞ്ഞു നടക്കുമ്പോൾ രാജാവ് ഒരു കാര്യം കൂടെ വിളിച്ചു പറഞ്ഞു, നീ പറഞ്ഞതിലൊന്നും കുറച്ചു കളഞ്ഞേക്കും. ഇത് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇവൻ കുറച്ചിരിക്കും. ബാക്കി എല്ലാം ചെയ്യുമെങ്കിലും വിളിച്ചുപോലെ നടത്തത്തില്ല. വലിയവനായ രാജാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു കളയുവാൻ പിശാചിനെ സമ്മതിക്കത്തില്ല. കുറയ്ക്കുവാൻ നിൽക്കുന്ന പിശാചിന്റെ ആലോചനകളെ സ്വർഗത്തിലെ ദൈവം വെട്ടിമാറ്റി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് ഈ രാജാവ് നമ്മളെ പിടികൊള്ളണം. ഈ ഹാമാൻ മനസ്സില്ലാ മനസ്സോടെ ഇതെല്ലാം ചെയ്തുകൂടി. എന്നിട്ട് നമ്മൾ വായിക്കുന്നവർ തലയും മൂടി വീട്ടിൽ പോയി. ഇന്നത്തെ ഹാമാന്മാരാണെങ്കിൽ ആ പോക്ക് വീട്ടിൽ പോയി പുതച്ചുകൂടി കിടന്നു. സേറസ് ഒന്നും അച്ചാനെന്താ ഒന്നുമില്ല, തലവേദന മിണ്ടത്തില്ല. പക്ഷെ എനിക്ക് ഈ ഹാമാനുള്ള ബഹുമാനം, ഇയാളെ ഹാമാൻ നിൽക്കുമ്പോൾ നമ്മുടെ ചോദ്യമൊക്കെ തെളി അങ്ങ് തിളയ്ക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും
ഏത് ദുഷ്ടനാണെങ്കിലും നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ അനുകരിക്കുന്നോണ്ട് തെറ്റില്ലെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇയാളുടെ നല്ല സ്വഭാവം, ഇയാൾ ഇന്ന് ഭാര്യയെ വിളിച്ച് പകല് നടന്ന ഈ നാണം കെട്ട കാര്യം മുഴുവനും വിശദീകരിച്ചു. ഇത് അയാളോടുള്ള ബഹുമാനം. തലേ ദിവസം നടന്ന ആ പൊങ്ങച്ചമെല്ലാം പറഞ്ഞ ഇദ്ദേഹം പിറ്റേ ദിവസം നടന്ന ഈ നാണം കെട്ട കാര്യം മുഴുവനും ഭാര്യയായ സയൻസിനോട് പറഞ്ഞു. ഇത് നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നു സാധനപ്പാട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേലസ് നേരെ പ്ലേറ്റ് തിരിച്ചു. അവൾ പറഞ്ഞു, അവനു യഹൂദനെങ്കിൽ അനിയന്റെ ഇന്നലെ പറയാൻ, ഇന്നലെ പറഞ്ഞ കഴിക്കായിട്ടാണ് ഇന്നിപ്പോ ഇത്ര വിഷമസന്ധി നേരിട്ട വസ്താവ് വന്ന ഈ കാര്യം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഈ തീര് എണ്ണ ഒഴിക്കുന്ന പോലെ അവനോ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുന്നു. ഇതൊന്ന് കേട്ടതുകൊണ്ടാണ് പിന്നെ ഇന്നത്തെ ആമാന്മാർ പിന്നൊന്നും മുണ്ടാത്തത്. അത് പലപ്പോഴും ഇതല്ലേ ഇങ്ങോട്ട് പ്രതികരിച്ചത്. അതുകൊണ്ട് മുണ്ടത്തില്ല. അവനോ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളെ വെച്ചു ഈ ഒരുക്കി നിൽക്കുന്ന വിരുന്നിലേക്ക്. ഈ ഹാമാൻ ബന്ധപ്പെട്ടിരുന്നു. വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ചോദ്യം ആവർത്തിക്കപ്പെട്ടു. സ്തോത്രം. രാജ്യത്തിന്റെ ആഗ്രഹം രാജ്യത്തിൽ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് തരാം. വിഷയം അവതരിപ്പിക്കാനുള്ള സമയം ഒരുങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ജനത്തെ കൊന്നുമുടിക്കുവാൻ കൽപ്പന പുറപ്പെട്ടിരിക്കുക. ആരാ ഏതാ എന്താ രാജാവ് എത്തുപിടിയില്ല. ഉടനെ ഇവൾ പറഞ്ഞു, ഈ ഇരിക്കുന്ന ദുഷ്ടന് ആയ ഹാമാനാണ് ഇത് കാണക്കാൻ. രാജാവ് കോപിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഹാമാന് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. ഇനി രാജ്ഞിയോട് അഭയയാചന അല്ലെങ്കിൽ പറയാമെന്നുള്ള നിലയിൽ അവളുടെ കാല് പിടിക്കാൻ തുനിഞ്ഞപ്പോൾ രാജാവ് കയറി വരും. എന്റെ കണ്ണിന് മുമ്പിൽ രാജ്ഞിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവോ എന്നാണ് രാജാവ്. അപ്പോഴത്തേക്ക് ക്ഷണന്മാർ ഇവനെ പിടിച്ചു കഴിഞ്ഞു. അവർ പറഞ്ഞു, ഇവന്റെ വീടിന്റെ മുറ്റത്ത് ഇവൻ പഴുതി 50 മുഴുവനുള്ള കടുവകളും ഞങ്ങളെ കയറ്റിയേക്കട്ടെ. ഭക്തന് വേണ്ടി നീതിമാന് വേണ്ടി ഒരുക്കിയ കടുവലെത്തി ഒരുക്കിയവനെ തന്നെ കയ്യിൽ കയറ്റി ദൈവം തന്നെ നീതി വെളിപ്പെടുത്തി. രാജാവ് ചോദിക്കുന്നു, ഇനി നിന്റെ ആഗ്രഹം എന്താ? രേഖ തിരിച്ചെഴുതണം. രേഖ തിരിച്ചെഴുതപ്പെട്ടു. ഈ സ്ഥാനത്ത് നിന്ന് എസ്തേര് തിരിഞ്ഞു പോകണം. ഇവിടെ നിന്ന് ഞാൻ ഇവിടെ വന്നതുകൊണ്ടാണ് ഈ യഹൂദ ജാതിക്ക് ഈ നിലയിൽ വിടുതൽ കിട്ടാൻ കാരണം. ഇവിടെ എസ്തേർ ഇല്ലായിരുന്നു എങ്കിൽ എന്റെ ബലമായ വിശ്വാസം യഹൂദൻ എന്ന ജാതി മൂപ്പർത്തി കാണത്തില്ല. ഇല്ലെങ്കിൽ യഹൂദന്റെ ചരിത്രം മറ്റൊന്നായി തീർന്നേ. ഇവൾ അനാദിയായത് എന്തുകൊണ്ട്? യഹൂദന്റെ വിടുതലിന് വേണ്ടി. ഇവിടെ നിൽക്കുമ്പോഴാണ് അവൾക്ക് അറിയാൻ കഴിയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാ നന്മയ്ക്ക് എന്തുകൊണ്ടോ ദൈവാത്മാവ് ഈ വിഷയം എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുകയാണ്. പല ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ച ഇന്ന് രാത്രി ഈ ആലയത്തിൽ വന്ന ചില ജീവിതങ്ങളുടെ മധ്യത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിപ്പാനിടയിൽ കഷ്ടം സഹിച്ച, വില കൊടുത്ത്, നിന്ന സഹിച്ച, സത്യം പറ്റിയ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇതെന്നുള്ള ചോദ്യത്തിന് ഇന്ന് രാത്രി നിന്നോട് ദൈവാത്മാവ് മറുപടി നൽകിയ ഇത് നന്മയല്ല എന്ന് തോന്നിയാലും കാലത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ദൈവം ചെയ്തതല്ല, നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വെളിപ്പെടുന്ന സുദിനം ദൈവത്തിലെ നിന്റെ ജീവിതത്തെ നീ കാണാൻ പോകിയ ദൈവദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവന് ഈ നല്ല കർത്താവിൽ നമുക്ക് ആശ്രയിച്ച ജീവിതകാലം മുന്നോട്ട് നയിക്കാം. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ച ആ ഭാരതവാക്യം വായിച്ചുകൊണ്ട് തുടർന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളാണ് ഈ 3 ദിവസത്തെ ചിന്തയ്ക്കായി ഇവിടെ വായിച്ചത്. വീണ്ടും നമ്മളെ വായിക്കുന്നു. ഉത്സവത്തിന് മഹാദിനമായ ഉള്ളിക്കലത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദിയിൽ ഒഴുകുവെന്ന് വിളിച്ചു പറഞ്ഞു. മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഉത്സവം ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഉത്സവമല്ല എന്ന് ഞാൻ വ്യക്തമാക്കി.
അത് ഏത് ഉത്സവമാണെന്ന് 7-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്. കൂടാര പെരുന്നാൾ, 7 ദിവസത്തെ കൂടാര പെരുന്നാളിന്റെ അവസാനം നടക്കുന്ന സംഭവമാണ്. കൂടാര പെരുന്നാളിന്റെ ഒടുവിലത്തെ ദിവസം കന്യമായ പരിപാടികളാണ് യെരൂശലേം ദേവാലയത്തിൽ നടക്കുന്നത്. മഹാവിരോധന്റെ നേതൃത്വത്തിൽ പുരോഹിതന്മാരും ജനവും ശീലോഹ കുളത്തിലേക്ക് കടന്നു ചെന്ന ഒരു പാത്രത്തിൽ വെള്ളം കോരി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവർ 111-ാം സങ്കീർത്തനം മുതൽ 118-ാം സങ്കീർത്തനം വരെയുള്ള സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്നാണ് അവയെ വിളിക്കുന്നത്. വെള്ളം കോരുമ്പോൾ യെശയ്യാ പ്രവചനം 12-ാം അധ്യായം ചൊല്ലിക്കൊണ്ടാണ് വെള്ളം കോരുന്നത്. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. ഇത് പറഞ്ഞുകൊണ്ടാണ് വെള്ളം കോരിയെടുക്കുന്നത്. തുടർന്നും ഹല്ലേൽ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ഈ മഹാവിരോധന്റെ നേതൃത്വത്തിൽ ജനം മടങ്ങി വരും. ജനം ദാഹിച്ചു വലഞ്ഞ് ആലയത്തിൽ നിൽക്കുക. ഈ സമയത്ത് ഈ മഹാവിരോധൻ ഈ കൊണ്ടുവന്ന വെള്ളം യാഗപീഠത്തിന്റെ ചൂട്ടിലേക്ക് ഒഴിക്കും. ജനം ഒരിറ്റ് വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞു നിൽക്കുക. ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ ദാഹിച്ചവരായി ജനം മടങ്ങി പോകുമ്പോൾ ആ ജനത്തെ നോക്കിക്കൊണ്ടാണ് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞത്: ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എവിടാ ഇത് എഴുതിയിരിക്കുന്നത്? തിരുവെഴുത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. കർത്താവ് പറയുന്നു, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ കേട്ട ജനം എവിടാ എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം യേശു കർത്താവ് നിൽക്കുന്നത്. യേശു കർത്താവ് എന്ന് പറയുമ്പോൾ അന്നത്തെ ദേവാലയം ഹെരോദാ രാജാവ് പണിത ദേവാലയമാണ്. ശലോമോന്റെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. പിന്നെ സെരുബാബേൽ പുതുക്കി പണിതു, അത് നശിപ്പിക്കപ്പെട്ടു. ഇന്ന് നിലവിലിരിക്കുന്ന ദേവാലയം ഹെരോദാ രാജാവിന്റെ ദേവാലയമാണ്. അവിടെ ഇങ്ങനെ സംഭവമേ ഇല്ല. യേശു കർത്താവ് യാഗപീഠത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. എന്നിട്ട് യാഗപീഠത്തിനും ആലയത്തിനും നടുവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തിരുവെഴുത്ത് പറയുന്നത് പോലെ. അപ്പോൾ ജനത്തിന് മനസ്സിലായി എവിടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ കാര്യം ശലോമോൻ രാജാവിന്റെ ദേവാലയത്തിലുള്ള കാര്യമാണ്. ഇന്നലെ നമ്മൾ ആ വേദഭാഗം വായിച്ചു കേട്ടു. ഈ യാഗപീഠത്തിനും ഈ ആലയത്തിനും നടുവിലായി 12 കാളകളുടെ മുകളിൽ ഒരു താമ്ര കടൽ വാർത്തു വച്ചിട്ടുണ്ട്. ഈ കടല് കടന്നെന്ന് കേൾക്കുമ്പോൾ പസഫിക് മഹാസമുദ്രം എന്നുള്ള ചിന്തയൊന്നും തലേ വരണ്ട, ഒരു ഉരുളി എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഉരുളി ഈ 12 കാളകളുടെ മുകളിൽ വച്ചിരിക്കുക. ഈ ഉരുളിയിൽ നിന്ന് 12 കാളകളുടെ വയറ്റിലേക്ക് കണക്ഷനും, എന്നിട്ട് ഈ കാളയുടെ വയറ്റിൽ നിന്ന് വായിലോട്ട് കണക്ഷനും. ഈ വായിലാണ് ടാപ്പ്. പുരോഹിതന്മാർ വായിലെ ടാപ്പ് തുറക്കുന്നു, കയ്യും കാലും കഴുകുന്നു, തുടർന്ന് യാഗം കഴിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. ഈ കാര്യമാണ് കർത്താവ് വിളിച്ചു പറഞ്ഞത്. തിരുവെഴുത്ത് പറയുന്നത് പോലെ പണ്ട് ശലോമോൻ രാജാവിന്റെ ദേവാലയത്തിൽ ഉള്ളതുപോലെ ജീവജലത്തിന്റെ നദികൾ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേ ഒഴുകും. നാം 1 രാജാക്കന്മാർ 7-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഈ സംഭവം നമ്മൾ വായിച്ചു. അവിടെ 26-ാം വാക്യത്തിൽ 2000 ബത്ത് കൊള്ളുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേ കാര്യം 2 വൃത്താന്തം 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അവിടെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു 3000 ബത്ത് വെള്ളം കൊള്ളും. ഇത് രണ്ടും തെറ്റല്ല, തജിമപശകല്ല, അല്ലെങ്കിൽ ബൈബിളിൽ വന്ന തെറ്റുമല്ല, രണ്ട് ശരിയാണ്. ഈ ഉരുളിയിൽ ആദ്യം വെള്ളം നിറയ്ക്കുമ്പോൾ 1000 ബത്ത് വെള്ളം ഈ 12 കാളകളുടെ വയറ്റിൽ പോകും. പിന്നെ 2000 ബത്ത് വെള്ളം മാത്രമേ ഉരുളി കൊള്ളത്തുള്ളൂ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ കടലിൽ കൊള്ളുന്ന ഉരുളിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഉരുളിയിലെ കാളയുടെ വയറ്റിലുമായി കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ്. ഇത് 2 കണക്കും ശരി തന്നെയാണ്. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ കേവലം ഒരു ദാഹം മാത്രം നോക്കിക്കൊണ്ടല്ല കർത്താവ് അത് പറഞ്ഞത്. വേദപുസ്തകത്തിൽ 5 വിധ ദാഹങ്ങളും ഈ 5 ദാഹങ്ങളും
ശമിപ്പിക്കാൻ കഴിയുന്നവനാണ് വിളിച്ചു പറയുന്നത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. അതിലൊന്നാമത്തെ ദാഹമാണ് നാം ചിന്തിച്ച് തുടങ്ങിയത്. വേദപുസ്തക ദാഹങ്ങളിലെ ഒന്നാമത്തെ ദാഹം സ്വാഭാവിക ദാഹം. നമുക്കുണ്ടാകുന്നത് പോലുള്ള സ്വാഭാവിക ദാഹത്തിന് വിധേയപ്പെട്ട അനേകരെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. അത് മൂന്നാല് കൂട്ടരെ നമ്മൾ കണ്ടു. ഒന്ന് ഇസ്രായേൽ മക്കളാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് വായിക്കേണ്ടത്. ഇസ്രായേൽ മക്കൾ റഫീദിമിലെത്തി. അത് വെള്ളമില്ലാത്ത മരുഭൂമിയായി. അവിടെ വെച്ച് ജനത്തിന് നന്നാ ദാഹിച്ചു. ചെങ്കടൽ കടന്ന ശൂർ മരുഭൂമി കഴിഞ്ഞ റഫീദിമിലെത്തി. അത് വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട മരുഭൂമിയാണ്. ജനം ദാഹത്താൽ വലഞ്ഞു. മോശയോട് പിറുപിറുത്തു. മോശ ദൈവത്തോട് നിർവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഹോരേബിൽ പാതയുടെ മുകളിൽ നിന്റെ മുമ്പാകെ നിൽക്കും. ഞാൻ നിൽക്കുന്ന പാതയെ നീ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം ഈ പാതയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. മോശ വിശ്വാസത്തോടെ തന്റെ വടി കൈയെടുത്ത് ദൈവം നിൽക്കുന്ന ഈ പാതയെ ആഞ്ഞടിച്ചു. പാത പിളർന്നു, വെള്ളം പുറപ്പെട്ടു എന്ന് വായിക്കുമ്പോൾ എങ്ങനെ വെള്ളം പുറപ്പെട്ടു എന്ന 3 പ്രസ്താവനകൾ 78-ാം സങ്കീർത്തനം 15-16 വാക്യങ്ങൾ നമ്മൾ കണ്ടു. അവൻ മരുഭൂമിയിൽ പാതകളെ പിളർന്നു, ആഴികളാൽ എന്ന പോലെ അവൻ അവർക്ക് വെള്ളം കൊടുത്തു. വെള്ളം നദികളെ പോലെ, ഈ വെള്ളം പാതയിൽ നിന്ന് അവൻ ഒഴുക്കുകൾ പുറപ്പെടുവിച്ചു. വെള്ളം നദികളെ പോലെ ഒഴുകി. അപ്പോൾ ഹോരേബിലെ പാത തകർക്കപ്പെട്ടപ്പോൾ ഒന്ന്, കടൽ ഒഴുകുന്നത് പോലെ വെള്ളം ഒഴുകി. 2, വറ്റാത്ത ഉറവ എന്ന നിലയിൽ പാതയിൽ നിന്നാണ് ഉറവ പൊട്ടിപ്പുറപ്പെട്ടത്. 3, വെള്ളം നദികളെ പോലെ ഒഴുകി. ഇതെങ്ങനെയുള്ള പാത? തീക്കൽ പാതയാണ്. ഒരു തുള്ളി വെള്ളമില്ലാത്ത തീക്കൽ പാതയിൽ നിന്നാണ് ഈ വെള്ളം ചാടി പുറപ്പെട്ടത്. 114-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വായിച്ചു, അവൻ പാതയെ ജലതടാകൂ, തീക്കല്ലിനെ നീരുറവയുമാക്കി. ഇത് തീക്കല്ല, ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല എന്ന് മുഴുവൻ ഇസ്രായേൽ മക്കളും പറഞ്ഞാലും ഈ തീക്കല്ലിനകത്ത് ദൈവം ഒരു കടൽ ഒളിച്ചു വച്ചിരിക്കുക, ഒരു ജലതടാകം ദൈവം മറച്ചു വച്ചിരിക്കുക. അത് വെളിപ്പെടുവാൻ മോശ വിശ്വാസത്തോടെ എഴുന്നേൽക്കണം. ആ പാറയാന് തല്ലിയപ്പോൾ ആ തീക്കല്ലിൽ നിന്ന് വേണ്ടുവോളം വെള്ളം പൊട്ടിപ്പുറപ്പെട്ടെങ്കിൽ തീക്കൽ പാറ സമാനമായ പ്രശ്നങ്ങൾ നമുക്കറിയാം. പിശാച് ഉരുട്ടി വച്ചിട്ട് ഈ പ്രശ്നത്തിന് വിടുതലില്ല. ഈ പ്രശ്നത്തിനകത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു വരികയില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾക്കകത്ത് ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ജനതടാകങ്ങളും അത് വെളിപ്പെടണമെങ്കിൽ വിശ്വാസത്തോടെ എഴുന്നേൽക്കണം. ഇസ്രായേൽ മക്കളുടെ ആ സ്വാഭാവിക ദാഹം ദൈവം ശമിപ്പിച്ചു. സ്വാഭാവിക ദാഹത്തിന് വിധേയപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ശിംശോൻ. നാം ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ കണ്ടു. കുന്നൊന്ന് കുന്ന് 2 എന്ന് പറഞ്ഞ 1000 ഫിലിസ്ത്യരെ ശിംശോൻ തല്ലിക്കൊന്ന കുന്നുകളാക്കി. ഇവൻ വല്ലാതെ ദാഹിച്ചു. ഈ അഗ്രഗമ്യയുടെ കയ്യാൽ ഞാൻ വീട് നശിക്കണമോ എന്ന് നിലവിളിച്ചപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. അവൻ ആ വെള്ളം കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു. ആ കുഴി ഇന്നും അവിടെയുണ്ട്. ശിംശോന് വേണ്ടി തുറന്ന ലേഹിയിലെ ഉറവ കാലം പറഞ്ഞു കഴിഞ്ഞിട്ടും ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതുന്ന കാലത്തും അവിടെ തന്നെ നിലനിൽപ്പുണ്ട്. ശിംശോന്റെ സ്വാഭാവിക ദാഹത്തെ ദൈവം ശമിപ്പിച്ചു. സ്വാഭാവിക ദാഹത്തിന് വിധേയപ്പെട്ട മൂന്നാമത്തെ കൂട്ടം രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കഴിഞ്ഞ രാത്രി കണ്ടു. യഹോശാഫാത്ത് സൈന്യവും ഇസ്രായേൽ രാജാവ് സൈന്യവും എദോം രാജാവ് സൈന്യവുമാണ്. ഈ 3 സൈന്യം മോവാബ് രാജാവുമായി യുദ്ധത്തിനായി പോകുമ്പോൾ 7 ദിവസം മരുഭൂമിയിൽ ചുറ്റി നടന്നു. അവിടെ മൃഗവാഹനങ്ങൾക്ക് പടയാളികൾക്ക് കുടിപ്പാൻ വെള്ളമില്ല. ഭക്തനായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് ചോദിച്ചു, യഹോവയോട് അരുളപ്പാട് ചോദിക്കാൻ പ്രവാചകനുണ്ടോ? ഉടനെ പറഞ്ഞു, ശാഫാത്തിന്റെ മകനായ എലീശായെ കൊണ്ടുവന്നു. എലീശ പ്രവചിച്ചു, നിങ്ങൾ കാറ്റ് കാണുകയില്ല, നിങ്ങൾ മഴ കാണുകയില്ല, ഈ മരുഭൂമിയിൽ നിങ്ങൾ വേണ്ടുവോളം കുഴി കുഴിക്കുക, വിശ്വാസത്തോടെ കുഴി കുഴിക്കുക. നാളെ ഈ സമയം അവൻ ഈ കുഴികളെ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ പോകുക.
വിശ്വാസത്തോടെ കുഴികൾ കുഴിച്ചപ്പോൾ പിറ്റേ ദിവസം ഏതോ നാട് വഴിയായി ഇതാ വെള്ളം ഒഴുകി വരികയാണ്. മഴ പെയ്യണമെങ്കിൽ മേഘം വേണം. ഇതാണ് ഏലിയാവിന്റെ കാലത്തെ പ്രമാണം. മേഘം കണ്ടപ്പോഴാണ് ഏലിയാവ് പറഞ്ഞത്, ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കും. എന്നാൽ മേഘമില്ല, കാറ്റില്ല, മഴയില്ല, വെള്ളം കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിവുണ്ട്. അല്ലെങ്കിൽ ലോക നിയമത്തിന് അതീതമായി, ലോകത്തിന്റെ തത്വ സംഹിതയ്ക്ക് അതീതമായി, വൈദ്യശാസ്ത്രത്തിന്റെ വിധിയെഴുത്തിന് അതീതമായി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം. ഏതോ ദേശമേള മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോ മോശയോട് കൊടുത്തയച്ചു ഏതോ രാജാവ്, നിന്റെ സഹോദരനായ ഇസ്രായേലിനോട് അപേക്ഷിക്കുന്നു, നിന്റെ നാട്ടിലൂടെ നടന്നു പോകാൻ ഒരു അനുവാദം നൽകും. ഞങ്ങൾ രാജപാതയിലൂടെ പോകത്തു, ഇടത്തോടെ വലത്തോടെ തിരിയത്തില്ല. ഞങ്ങളുടെ കന്നുകാലികൾ വെള്ളം കുടിച്ചു പോയാൽ അതിന് പണം തന്നോളാം, കാൽനടയായി നടക്കാൻ മാത്രം അനുവാദം തന്നു. ഇതിന് ഏതോ രാജാവ് കൊടുത്ത മറുപടി, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലൂടെ കടക്കത്തില്ല, കടന്നാൽ യുദ്ധം ചെയ്യും. ഇത് പകര മാത്രമല്ല, അവൻ ബഹു സൈന്യത്തോടേക്ക് പോകും. ദൈവജനത്തെ കടത്തിവിടാത്ത ദേശമാണ് ഏതോ ദേശം. ആ ശത്രുവിന്റെ നാട്ടിൽ നിന്നാണ്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് ഇതാ ഒരു ഒഴുക്ക് കടന്നു വരുന്നത്. ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരു നന്മ ഒതുക്കാൻ തുടങ്ങിയാൽ നിന്റെ കണക്കൂട്ടലുകൾക്ക് അത്ഭുതമായി, പ്രതീക്ഷയ്ക്ക് അത്ഭുതമായി. സ്തോത്രം. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് നിനക്ക് വേണ്ടി നന്മകൾ ഒഴുക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യും. വെള്ളം കൊണ്ട് നടന്നു, അവൻ കുടിച്ചു. അപ്പോൾ തന്നെ ഈ വെള്ളം ശത്രുപാളയത്തിൽ നാശത്തിന് ഹേതുവായി. ഈ വെള്ളം കണ്ടപ്പോൾ സൂര്യനും കൂടെ ഉദിച്ചപ്പോൾ രക്തമാണെന്ന് മോവാബിക്ക് തോന്നി. അവന് കൊള്ളയടിക്കാനിക്ക് പോകുന്നു. ആയുധ താഴെ വെച്ച് ഇവർ തമ്മിൽ തല്ലിക്കേറി എല്ലാം രക്തോലിച്ച് കിടക്കുക. ഇനി കൊള്ളയിടാമോ പോകാമെന്ന് വെച്ച് ഇവന് വന്നപ്പോൾ ഈ 3 രാജാക്കന്മാരുടെ സൈന്യം എഴുന്നേറ്റ് അവരെ മുഴുവനും ഉന്മൂലനാശം ചെയ്തു. സ്തോത്രം. ആ ജനത്തിന്റെ സ്വാഭാവികദാഹത്തെ ദൈവം ശമിപ്പിച്ചു. സ്വാഭാവികദാഹത്തിന് വിധേയപ്പെട്ട 4ാമത്തെ ആള് ഇസ്മായിൽ. നാം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ കണ്ടു 18-19 വാക്യങ്ങൾ. ഹാഗാരിന് വേണ്ടി ബേർശേബ മരുഭൂമി ദൈവം വറ്റാത്ത ഉറവ തുറന്നു കൊടുത്തു. അബ്രഹാം അധികാരത്തെ എഴുന്നേറ്റു. 21-ാം അധ്യായം 14-ാം വാക്യം. ഒരു തുരുത്തി വെള്ളവും അപ്പവും ദാസിയുടെ തോളിൽ വെച്ച അവിടെയും ദാസനെയും മകനെയും കൂടാരത്തിന് പുറത്താക്കി. ഈ ഹാഗാരിന് വേണ്ടി 2 പ്രാവശ്യമാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്. ഒന്ന് 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ ശൂദിന് അരികെയുള്ള നീരുറവിന്റെ അരികിൽ വെച്ച ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഹാഗാരെ, നിനക്കണ്ട്, നീ മടങ്ങിച്ചെന്ന് നിന്റെ യജമാനത്തേക്ക് കീഴ്പ്പെട്ടിരിക്കാൻ പോകും. അന്ന് അവളുടെ പ്രതിസന്ധി വെള്ളമല്ല, വെള്ളമുള്ള നീരുറവിന്റെ അരികെ നിൽക്കുക. അന്നത്തെ പ്രതിസന്ധി ഭാവി ഇതളഞ്ഞിരിക്കുക. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ലക്ഷ്യബോധം കൊടുത്ത് അവളെ മടക്കി അയച്ച ദൂതൻ 2ാം വട്ടം പ്രത്യക്ഷപ്പെട്ടത് ഭാവി ഇതളഞ്ഞിട്ടില്ല. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഏകദേശം 17 വയസ്സ് പ്രായമുള്ള ഇസ്മായിൽ കൂടെയുണ്ട്. ഈ കുട്ടി കുഞ്ഞ എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വന്ന ചിന്ത ഒരു കൈക്കുഞ്ഞാണ്. അങ്ങനൊന്നുമല്ല. ഇന്നലെ നമ്മൾ വാക്യങ്ങൾ വായിച്ച് തെളിവ് കണ്ടെത്തി. കുറഞ്ഞത് 17 വയസ്സ് പ്രായമുള്ള ഇസ്മായിൽ കൂടെയുണ്ട്. അപ്പോൾ ഭാവി ഇത് കഴിഞ്ഞിട്ടില്ല. ഇവിടെ അവരുടെ പ്രശ്നം വെള്ളമാണ്. വെള്ളമില്ലെങ്കിൽ ഇവ അമ്മയും മകനും ഈ മരുഭൂമി പട്ടുവീഴും. ആ സ്ഥാനത്ത് ഉറവ തുറന്നു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും. അവിടെ നമ്മൾ മറ്റൊരു ചിന്ത കണ്ടെത്തി. അബ്രഹാം ഒരു തുരുത്തി വെള്ളം ദാസിയുടെ തോളിൽ വെച്ചു. എന്റെ പഠനത്തിൽ ബൈബിളിൽ 10 തുരുത്തികൾ കണ്ടിട്ടുണ്ട്. 10 തുരുത്തികളിലേക്കാണ് നമ്മൾ കടന്നത്. 10 തുരുത്തികൾ നമ്മൾ കാണാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ ഞാൻ കണ്ടെത്തിയ 10 തുരുത്തികളുണ്ട്, ബോട്ടിൽസ്. അതിൽ 1ാമത്തെ തുരുത്തി ബോട്ടിൽ ഓഫ് വാട്ടർ, വെള്ളം തുരുത്തി. ആ വാക്യം പിന്നെയും വായിച്ച് 2ാമത്തെ തുരുത്തിയിലേക്ക് കടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 14-ാമത്തെ വാക്യം. 21-ാം അധ്യായം
അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു അപ്പം ഒരു തുരുത്തി വെള്ളം എടുത്തു ഹാഗാറിന് തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. ഇതാണ് ബൈബിളിൽ കാണുന്ന ഒന്നാമത്തെ തുരുത്തി. വെള്ളം തുരുത്തി, അബ്രഹാമിന്റെ തുരുത്തി, വറ്റിപ്പോകുന്ന തുരുത്തി. ലോകത്തിലെല്ലാം അബ്രഹാമിന്റെ ഒരു തുരുത്തി വെള്ളത്തിന് സമാനം. നമ്മുടെ മരുഭൂമി യാത്രയ്ക്ക് തികയുന്നതല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മതിയായതല്ല, നമ്മുടെ മാതാവോ പിതാവോ ആരല്ല നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടോ ആ കരുതലെല്ലാം അബ്രഹാമിന്റെ ഒരു തുരുത്തി വെള്ളത്തിന് സമാനം. എന്നാൽ സ്വർഗത്തിലെ ദൈവം വറ്റാത്ത ഉറവകൾ നമുക്ക് വേണ്ടി തുറന്നു തന്നതുകൊണ്ടാണ് ഈ അന്യനാട്ടിൽ ഈ നിലയിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങള് ജീവിച്ചു പോകുന്നത്. വറ്റാത്ത ഉറവ അവൻ നമുക്ക് വേണ്ടി തുറന്നു തരും. അബ്രഹാമിന്റെ തുരുത്തി, വെള്ളം തുരുത്തി. ഇത്രയും കാര്യമാണ് ഇന്നലെ ചിന്തിപ്പിച്ച് അവസാനിപ്പിച്ചത്. ഇത്രയും പറയാതെ അടുത്തതിലൂടെ കടന്നാൽ ഇന്നലെ വരാത്തവർക്ക് ഇതിനൊരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞു വച്ചത്. വേദപുസ്തക തുരുത്തികളിലെ രണ്ടാമത്തെ തുരുത്തി. ഇനി വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. 56-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. 56-ാം സാംസ് 56:8. 56-ാം സങ്കീർത്തനം 8-ാം വാക്യം. നീ എന്റെ ഉഴർച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കണമേ. ഓഫ് ഗോഡ്, ദൈവത്തിന്റെ തുരുത്തി. നീ എന്റെ ഉഴർച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ഇത് നിന്റെ പുസ്തകത്തിലില്ലയോ? ദൈവസന്നിധിയിലുള്ള രണ്ട് കാര്യങ്ങളാണ് ആ വാക്യത്തിൽ നാം കാണുന്നത്. ഒന്നൊരു പുസ്തകം, മറ്റൊന്ന് ഒരു ബോട്ടിൽ ഒരു തുരുത്തി. പുസ്തകത്തിൽ നമ്മുടെ വിഷയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വയ്ക്കുന്നു. തുരുത്തിയിൽ നമ്മുടെ കണ്ണുനീർ സംഭരിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ മറന്നാലും ദൈവത്തിന് മറക്കാൻ കഴിയത്തില്ല. അവന്റെ മുമ്പിലെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവന്റെ മുമ്പിലെ തുരുത്തിയെ കണ്ണുനീര് ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സക്കറിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ പറഞ്ഞു, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്. നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവനെ ഒന്നും ചെയ്തെന്നോ ഞങ്ങൾ രണ്ടുപേരും വയസ്സ് എന്നിരിക്കും. ഇവന്റെ പ്രാർത്ഥനാ വിഷയം തന്നെ മറന്നു. ദൂതൻ പറഞ്ഞു, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഈ എന്റെ വാക്ക് വിശ്വസിക്കായിരുന്നു. ഇവിടെയാണ് സക്കറിയാവിന് പറ്റിയ അബദ്ധം. ഇവന്റെ തക്ക സമയം വിവാഹം കഴിഞ്ഞ നാളുകൾ. ആ നാളുകളിൽ പ്രാർത്ഥിച്ചു തലമുറയ്ക്ക് വേണ്ടി. അവന്റെ തക്ക സമയം കഴിഞ്ഞപ്പോഴാണ് ദൂതന്റെ തക്ക സമയം വന്നത്. ദൂതന്റെ തക്ക സമയം യേശു ജനിക്കുന്നതിന് 6 മാസം മുമ്പ്. ഇതാണ് ദൂതന്റെ തക്ക സമയം. ആ ദൂതന്റെ തക്ക സമയത്ത് ഒരു വിടുതൽ നടന്നാൽ മാത്രമേ യേശുവിന് വഴിയൊതുക്കുന്ന ഒരു സ്നാപക യോഹന്നാനെ ഈ ലോകം കാണത്തുള്ളൂ. ദൈവത്തിലെ നിന്റെ സമയത്ത് നിന്റെ തലമുറയുടെ വിടുതൽ നടക്കുന്നില്ലെന്ന് വെച്ചാൽ വ്യാകുലപ്പെടാൻ കാര്യമില്ല. ദൈവത്തിന്റെ സമയത്ത് വിടുതൽ വെളിപ്പെട്ടാൽ നിന്റെ സമയത്ത് വെളിപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠവും ഉന്നതവുമായിരിക്കും ദൈവത്തിന്റെ ആ വിടുതൽ. നീ എന്റെ ഉഴച്ചേടും, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. നമ്മുടെ സാധാരണ കേൾക്കുന്ന പോലെ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നതിനാണ് നമ്മുടെ കർത്താവ്. വിശുദ്ധ ബൈബിളിൽ മനുഷ്യനേക്കാൾ ബലഹീനനായ ദൈവം, മനുഷ്യനോട് കെഞ്ചി നിൽക്കുന്ന ഒരു ദൈവം വിശുദ്ധ ബൈബിളിലുണ്ട്. മറ്റേതാ ദൈവമല്ല, നമ്മുടെ ദൈവം. മനുഷ്യന് മുമ്പ് കെഞ്ചി നിൽക്കുന്ന അങ്ങനെ ഒരു ദൈവത്തെ ബൈബിളിൽ കാണാൻ കഴിയും. ഈ ഒരു ദൈവത്തെ നാം ആദ്യം കാണുന്നത് യബ്ബോക്ക് കടവിലാണ്. യാക്കോബായി മല്ലു പിടിക്കുമ്പോ ദൈവം യാക്കോബിനോട് പറയുന്നു, യാക്കോബേ നീ എന്നെ വിട, ഉഷസാകുന്നു, നേരം വെളുക്കുന്നു, നീ എന്നെ വിട, നീ എന്നെ വിടി യാക്കോബേ എന്ന് ദൈവം യാക്കോബിന്റെ മുമ്പിൽ അപേക്ഷിക്കുമ്പോ ദൈവത്തെക്കാൾ ബലവാനാണോ യാക്കോബ്? ദൈവം യാക്കോബിനെ അടക്കം പിടിച്ചേക്കും. നീ എന്നെ വിട, നീ എന്നെ വിട എന്ന് പറയുന്നത് യാക്കോബിന്റെ കൈക്കരുത്തിന്റെ മുമ്പിലല്ല, അവന്റെ കണ്ണുനീരിന്റെ ബലത്തിന് മുമ്പിലാണ്. രാവിലെ പിതാവ് കുളിച്ചു തുടങ്ങി ജോലിക്ക് പോകാൻ ബന്ധപ്പെട്ടിറങ്ങുമ്പോ 2 വയസ്സുകാരൻ മോൻ വന്നിട്ട് അപ്പനെ ആരെ പിടിച്ചിട്ട് ഡാഡി എന്ന് പോകണ്ട എന്ന് വലിയ ഒരു കരച്ചിലും കൂടെ ആയാൽ
അപ്പൻ അവിടെ നിൽക്കും, മോനെ നീ എന്നെ വിട, മോനെ നീ എന്നെ വിട എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ കൈക്കരുത്തിന് മുമ്പിലല്ല, ആ കുഞ്ഞിന്റെ കണ്ണുനീരിന്റെ ബലത്തിന് മുമ്പിലല്ല, മകന്റെ കണ്ണുനീരിന്റെ ബലത്തിന് മുമ്പിൽ ഏതപ്പനും സ്വയം ബലഹീനനാണ്. യാക്കോബ് കരഞ്ഞ ഒരു മകൻ അപ്പന്റെ കാലെ പിടിച്ച് കരയുന്നത് പോലെ കാലെ പിടിച്ച് കരഞ്ഞു നിൽക്കുന്ന യാക്കോബിന്റെ കൈ തട്ടി മാറ്റാൻ മനസ്സില്ലാത്ത ഈ ദൈവം യാക്കോബിനോട് പറയുന്നു, നീ എന്നെ വിട. യാക്കോബിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം സ്വയം ബലഹീനനാണ്. ഇതുപോലെ ദൈവത്തെ നമുക്ക് സീനായി പർവ്വതത്തിൽ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ഇനിയിപ്പം പറയാൻ പോകുന്ന കാര്യം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം. സീനായി പർവ്വതത്തിൽ ദൈവം മോശയ്ക്ക് പ്രമാണം കൊടുക്കുമ്പോൾ താഴെ അകതം കാളക്കുട്ടിയെ ഉണ്ടാകും. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോകും, നിന്നെ ഒരു ജാതിയാണ്. മോശ ദൈവമാകെ നിലമ്പാട് വീണു. ഈ ജനത്തെ നശിപ്പിക്കാൻ പോകുന്നെങ്കിൽ നീ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണം. ദൈവം പറഞ്ഞു, എന്നെ വിട്ടുപോകുന്നതോടെ പേരാണ് മായ്ക്കാൻ പോകും. 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈ ജനത്തെ നശിപ്പിക്കേണ്ട മോശെ നീ എന്നെ വിടുക, നീ എന്നെ വിടുക എന്ന് എഴുതിയത്. അപ്പൊ മോശ ദൈവത്തെ അടക്കം പിടിച്ചേക്കാം. ദൈവത്തെക്കാൾ വരാനാണോ ഈ മോശ? നീ എന്നെ വിട് മോശ എന്ന് പറയുന്നത് മോശയുടെ കായബലത്തിന് മുമ്പിലല്ല, അവന്റെ കണ്ണുനീരിന്റെ ബലത്തിന് മുമ്പിൽ. മോശയുടെ കണ്ണുനീരിന് മുമ്പിൽ നമ്മുടെ ദൈവം സ്വയം ബലഹീനനാണ്. ഇതുപോലെ ദൈവത്തെ സൊദോം ഗൊമോറ പട്ടണത്തിൽ കാണും. ലോത്തിനെ, ഭാര്യയെ, മക്കളെ കൈക്ക് പിടിച്ച് പുറത്താൻ ഈ പ്രദേശത്തെങ്ങും നിങ്ങൾ നിൽക്കരുത്, ഈ കാണുന്ന പർവ്വതത്തിലേക്ക് ഓടാ. ലോത്ത് പറഞ്ഞു, പർവ്വതത്തിൽ ഓടാൻ വയ്യ, പട്ടണത്തിലേക്ക് ഓടാം. പർവ്വതത്തിൽ ഓടാൻ പറഞ്ഞപ്പോൾ പട്ടണത്തിൽ ഓടാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ലോത്തിന് മുമ്പിൽ ദൈവം കോപിച്ചില്ല. ദൈവം പറഞ്ഞു പട്ടണത്തിലേക്ക് ഓടാം. അടുത്ത ദൈവം പറയുന്നു, നീ അവിടെ എത്തുവോണം എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന നിലയിൽ ദൈവത്തെ കൊണ്ട് എത്തിച്ച ഇതിന്റെ തലേ ദിവസം അബ്രഹാം നടത്തിയ അഭിയാചന. 10 നീതിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ നീതിമാന്മാരെ കൂടെ നശിപ്പിക്കുമോ? ആ നിലവിലുള്ള ശബ്ദമാണ് എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന നിലയിൽ ദൈവത്തെ കൊണ്ടെത്തിച്ചു. അബ്രഹാമിന്റെ നിലവിയുടെ മുമ്പിൽ ഇതാ ലോത്തിന്റെ മുമ്പിൽ ദൈവം സ്വയം ബലഹീനനായി നിൽക്കുക. അവിടെ നമ്മുടെ പലരും മാതാപിതാക്കളാണ്, മക്കളെ വളർത്തിട്ടുണ്ട്. ഞാൻ 3 പിള്ളേരെ വളർത്തിട്ടുണ്ട്. 3 പേരും കൃപയാൽ ഈ അമേരിക്കയിലുണ്ട്. ഈ 3 വയസ്സായ മോനും 30 വയസ്സായ അപ്പനും തമ്മിൽ കുസ്തി പിടിക്കും, തലക്കണം. അപ്പൊ ഈ 3 വയസ്സായ മോനെ അപ്പനെ നെഞ്ചത്തെ ഏറിയെന്ന് വെച്ച് പറയും, ഞാൻ ഡാഡിയെ ജയിച്ചു. അപ്പൊ താഴെ കിടക്കുന്ന അപ്പം പറയും, മോനെ നീ ജയിച്ചടാ, ഞാൻ തോറ്റു. ഇവിടെ 3 വയസ്സുകാരൻ 30 വയസ്സുകാരനെ തോൽപ്പിച്ചതല്ല, മകന് വേണ്ടി അപ്പൻ സ്വയം തോറ്റു കൊടുത്തത്. ഇതാ ഇവിടെ നടന്നത്. യാക്കോബ് ദൈവത്തെ തോൽപ്പിച്ചതല്ല, യാക്കോബിന് വേണ്ടി ദൈവം സ്വയം തോറ്റു കൊടുത്തു. മോശ ദൈവത്തെ തോൽപ്പിച്ചതല്ല, മോശയ്ക്ക് വേണ്ടി ദൈവം സ്വയം തോറ്റു കൊടുത്തു. ലോത്ത് ദൈവത്തെ തോൽപ്പിച്ചതല്ല, അബ്രഹാമിനെ ഓർത്ത ലോത്തിന്റെ മുമ്പിൽ ദൈവം സ്വയം തോറ്റു കൊടുത്തു. കരയുന്ന ദൈവമക്കളുടെ മുമ്പിൽ നമ്മുടെ ദൈവം സ്വയം ബലഹീനനാകും. കരച്ചിന് പാടല്ല, കരച്ചിന് വൃഥാവല്ല. സ്തോത്രം. നീ എന്റെ ഉഴച്ചകളെയുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുര്യത്തിലാക്കി വെക്കുകയാണ്. ഇതാ നിന്റെ പുസ്തകത്തിലില്ലയോ? 3-ാമത്തെ തുര്യത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 17-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 17-ാം വാക്യം. പുതുവീഞ്ഞ് പഴയ തുരുത്തിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. ന്യൂ ബോട്ടിൽ, പുതിയ തുരുത്തി. വിശദീകരണത്തിന് ആവശ്യമില്ല, പുതുക്കപ്പെട്ട നമ്മുടെ ഹൃദയത്തെ കാണിക്കും.
പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ പകരത്തില്ല. പുതിയ വീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത് പുതുക്കപ്പെട്ട ഹൃദയത്തിൽ, ആ ന്യൂ ബോട്ടിലിൽ പുതിയ ഹൃദയത്തിലേക്ക് ഈ വീഞ്ഞ് പകരത്തുള്ളൂ. ആ പുതിയ തുരുത്തിയുടെ അനുഭവത്തിലേക്ക് വന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അത് കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഹൃദയം പുതുക്കപ്പെട്ടു, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു. ആ പുതിയ തുരുത്തിയിലേക്ക് ഈ പുതുവീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിനെ കർത്താവ് പകർന്നു. ഇതുപോലൊരു വാക്യമാണ് ശൗലേന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇങ്ങനെ ശൗലേനെ വിട്ടു പിരിയുമ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ഇതാണ് ന്യൂ ബോട്ടിൽ, പുതിയ അല്ലെങ്കിൽ തുരുത്തി. ശൗലേനെ വിട്ടുപോയപ്പോൾ ദൈവം ഒരു പുതിയ ഹൃദയം, വേറൊരു ഹൃദയം കൊടുത്തു. വന്നത് അഹങ്കാരത്തിന്റെ ഹൃദയമായി. കാരണം മഹാധനികനായ കീശിന്റെ മകനാണ്. ഒരു നല്ല ഗോത്രമായ ബെന്യാമീൻ ഗോത്രത്തിലാണ് ഇവൻ ജനിക്കപ്പെട്ടത്. ധനികന്റെ മകൻ. കഴുത കാണാതെ പോയി. ഇവനെല്ലാം ഇസ്രായേലിലും വെച്ച് തോൾ മുതൽ പൊക്കമുള്ളത്. ദാസന്മാരെ വിട്ടാൽ മതി. ഇവൻ പറഞ്ഞ് ഞാൻ കണ്ടുപിടിച്ചു വന്നു. കാരണം ഈ കഴുതകൾ എത്ര അകത്തിരുന്നാലും ഇവനെ പൊക്കം കൊണ്ട് കണ്ടുപിടിക്കാം എന്ന ചിന്തയിൽ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ കഴുതയെ കണ്ടില്ല. ശാലി ദേശത്തെ ഒന്നും കഴുതയില്ല. ശാലിഷ ദേശത്തെ ഒന്നും കഴുതയില്ല. സൂഫ് ദേശത്തെ ഒന്നും കഴുതയില്ല. ബെന്യാമീൻ മന്നാട് മുഴുവനും അന്വേഷിച്ചു, കഴുതയില്ല. ഈ കഴുതവരെ കണ്ടവരാരെങ്കിലും അതുമില്ല. 3-ാം ദിവസമായപ്പോൾ ഇവർക്ക് ഇവൻ പറഞ്ഞു, നീ നമുക്ക് ഈ അന്വേഷണം മതിയാകും. അപ്പനെ നീ കഴുതകളെ പറ്റിയുള്ള യുദ്ധം വിട്ടേച്ച നമ്മളെ പറ്റി ചിന്തിക്കാമോ? ഉടനെ ആ ദാസന്മാർ പോകാൻ കേട്ടു. ഇവിടെ ഒരു ദർശനമുണ്ട്. അവൻ മാന്യനാണ്. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. നമുക്ക് അവന്റെ അടുക്കലേക്ക് പോകും. അവൻ ദർശകൻ, മാന്യൻ, പറയുന്നതെല്ലാം ഒത്തുവരുന്നു. മറ്റാരുമല്ല, ദാൻ മുതൽ ദേശീയ യഹോവ വിശ്വസ്ത പ്രവാചകനായ ശൗലേൻ. ഇവ രണ്ടുപേരും ഇവിടെ പ്രവാചകനെ കാണുന്നു. പ്രവാചകന് തലേ ദിവസമേ വെള്ളപ്പാടുണ്ടായി. നാളെ ഇന്ന സമയം കഴുതയെ തേടി ഒരുത്തൻ വരും, അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യും. ഈ ദൈവനിയോഗം ഭാവിച്ച അവൻ കാത്തിരിക്കുമ്പോഴേ ഈ രണ്ടുപേരും അവിടെ ഇരുന്നു. ഇവരെ കണ്ട മാത്രമേ ശൗലേൻ പ്രവാചകൻ പറഞ്ഞു, 3 ദിവസം മുമ്പ് കാണാതെ പോയി കഴുതകളെ പറ്റിയുള്ള ചിന്ത വിട്ടുകളാണ്. അത് നിന്റെ അപ്പനെ തിരികെ ലഭിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ സകല ആഗ്രഹമോ ആരോടാകുന്നു? നിന്നോടും നിന്റെ പുതുമകനത്തോടുമാണ്. യഹോവയുടെ അരുളപ്പാടുകൾ പാൽ ഇന്നോട് വാക്ക്. അന്ന് വാർത്തു നേരം മുഴുവനപ്പോൾ ശൗലിനെ ദാസനെ ഉണർത്തി വൃദ്ധനെ നേരത്തെ പോകാൻ പോകും. അവനെ മുമ്പോട്ട് പറഞ്ഞേച്ചിട്ട് ശൗമേൽ തൈലപാത്രത്തിൽ തൈലം നിറച്ച ശൗലിന്റെ തലയിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ പ്രഭുവായി യഹോവ ഇന്ന് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 1 ശമൂവേൽ 10-ാം അധ്യായം വാക്യങ്ങളാണ്. ഇന്ന് നീ എന്നെ വിട്ട് റാഹേലിന്റെ കല്ലടിക്കട്ടെ. അപ്പോൾ 2 പേർ നിനക്കെതിരായി വന്നു. അവൻ നിന്നോട് പറയും, നിന്റെ അപ്പന്റെ കഴുതകൾ തിരികെ ലഭിച്ചു, അവൻ നിന്നെ പറ്റി വ്യാകുലപ്പെടുന്നു, വേഗം ചെല്ലും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ താബോരിലെ കരുവേലകത്തിന്റെ അടുക്കലെത്തും. അപ്പൊ 3 പേര് വരും. ഒരുത്തന്റെ കയ്യിൽ 3 ആട്ടിൻകുട്ടി, രണ്ടാമത്തെ കയ്യിൽ 3 അപ്പം, മൂന്നാമത്തെ കയ്യിൽ 1 തുരുത്തി വീഞ്ഞ. അവൻ ബേഥേലിൽ യഹോവയുടെ സന്നിധിയിൽ പോകുക. അവൻ 2 അപ്പം നിനക്ക് നീ വാങ്ങിച്ചോ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഫെലിസ്ത്യ പട്ടാളമുള്ള ദേവഗിരിയിലെത്തും. അപ്പോൾ പ്രവചിച്ചുകൊണ്ട് പ്രവാചകൻ ഇറങ്ങി വരും. അവരെ കണ്ട മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരും. നീ ആത്മാവിനെ പോലെയാകും. ഇത്രയും കാര്യം നടക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് നിനക്ക് ചെയ്യാം. 7-ാം വാക്യം മാത്രം വായിക്കാം. 7-ാം വാക്യം. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. അപ്പൊ നടത്തിപ്പിന് ആത്മാവ് ശൗലിന് ഇപ്പം കിട്ടി. എപ്പോഴാ കിട്ടിയത്? നേരത്തെ കണ്ട പടികളിൽ കൂടി എല്ലാം പോയപ്പോ. ഈ പടികളിൽ കൂടെ പോയ ശൗലിനാണ് യുക്തമെന്ന് തോന്നുന്ന നടത്തിപ്പിന് ആത്മാവിനെ കിട്ടിയത്. ശൗല് പോയ പടികളല്ല. 1 സൽസഹിൽ റാഹേലിന്റെ കല്ലറ. റാഹേലിന്റെ കല്ലറ വാക്കും ഭാഷണം കൂടാതെ വെളിപ്പെടുത്തുന്നു. ഒരു ജനനവും ഒരു മരണവും നടന്ന സ്ഥലമാണ്. ബെന്യാമീൻ മരിച്ചു.
ബെന്യാമിൻ ജനിച്ചു, റാഹേൽ മരിച്ചു, അവളെ അടക്കം ചെയ്തു. അമ്മയുടെ മരണവും കുഞ്ഞിന്റെ ജനനവും ഒന്നിച്ച് നടന്ന സ്ഥലമാണിത്. ഇതുപോലെ സ്ഥലം നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് യേശുവിന്റെ ക്രൂശിൽ മാത്രമാണ്. നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ പെടഞ്ഞു മരിക്കുമ്പോൾ ഒരു വിശുദ്ധ സന്തതി അന്ന് ഭൂമിയിൽ ജനനം കൊള്ളിയാനുണ്ടായി. അവിടെ രക്ഷാനായകന് അനേക പുത്രന്മാരെ തേജസ്സിൽ മുൻനിർത്തേണ്ടത്. അവിടെ രക്ഷാനായകന് കഷ്ടാനുഭവങ്ങൾ കൂടി കടത്തിവിടുന്നത് യുക്തമായി. നമ്മൾ കണ്ട ഒന്നാമത്തെ സ്ഥലം സൽസഹിതായേല് കണ്ടത് യേശു കർത്താവിന്റെ കാൽവരിയാണ്. രണ്ടാമത്തെ ശൗലി കണ്ട സ്ഥലം താബോറിലെ കരുവേലൻ, അത് വേർപാടിന്റെ സ്ഥലമാണ്. യാക്കോബ് അന്യവിഗ്രഹങ്ങളെ ഒക്കെ കുഴിച്ചിട്ടത് കരുവേലകത്തിന്റെ ചൂട്ടിലാണ്. അത് വേർപാടിനെ കാണിക്കും. വേർപെടേണ്ടതിനോടെല്ലാം വേർപെട്ടു. അന്നേരം കാണാം ബേതേലിലെ ആരാധനക്കാരേക്കാൾ ബേതേലിലെ ആരാധനക്കാരുടെ കയ്യിൽ ആട്ടുകുട്ടിയുണ്ട്, ബേതേലിലെ ആരാധനക്കാരുടെ കയ്യിൽ അപ്പം, ബേതേലിലെ ആരാധനക്കാരുടെ കയ്യിൽ വീഞ്ഞു. ആട്ടുകുട്ടി യേശുവിനെ കാണിക്കുന്നു, അപ്പം ദൈവജനത്തെ കാണിക്കുന്നു, വീഞ്ഞു പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇത് മൂന്നും മുൻനിർത്തിക്കൊണ്ട് ആരാധിക്കുന്ന ആരാധകരെ കണ്ടെത്തി ആഗമനത്തിൽ കൂടി. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോഴാണ് ഫെലിസ്ത്യ പട്ടാളമുള്ള പോരാട്ടമുള്ള സ്ഥലത്തെത്തി. അന്നേരം പ്രവാചകണത്തേക്കാൾ ആത്മാവനും ഇവൻ പ്രവചിക്കുന്നു. ഒരു നടത്തിപ്പിന് ആത്മാവ് കിട്ടി. യുക്തമെന്ന് തോന്നുന്നത് ഇന്ന് എല്ലാം ഈ പോകാതെ ഇറങ്ങി ആദ്യമേ നടത്തിപ്പാണെന്ന് പറഞ്ഞത് പോകാം. എതിരേ ഈ നടത്തിപ്പുകാരൻ എന്നോട് കാണിച്ച കടുങ്കൈ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യം. ഞാൻ എന്റെ 20ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ മാതാപിതാക്കളുടെ സ്വദേശം തിരുവല്ലായിക്കടുത്ത് നേരണം. പിതാവിന്റെ ജോലിയോടെ വന്നിട്ട് ഒരുപാട് താമസം തുടങ്ങി. എന്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ BA അവസാന വർഷം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബന്ധുക്കോസിലായി. വീട്ടിൽ ഭയങ്കര പ്രതികൂലമുള്ള സമയം. അന്നത്തെ ആത്മീയ കൂടി കാണുന്ന എല്ലാ സഭയിലും ചുവാണ്ട പട്ടണത്തിലുള്ള എല്ലാ സഭയിലും പോയിട്ടുണ്ട്. സിലോൺ ബന്ധുക്കോസിലൊക്കെ പോയിട്ടുണ്ട്. കൂട്ടായ്മയിലും എല്ലാം ഇങ്ങനെ നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൂട്ടായ്മ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരികൾ നടത്തിപ്പോ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ സഹോദരി കൂട്ടായ്മയുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എന്റെ തലയെ കൈവച്ച് ഒരു 10 മിനിറ്റ് നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ ഈ തലയെ കൊടുത്ത് അവിടെ ഇരുന്നു. ഇന്നാണെങ്കിൽ വെടിപൊട്ടിക്കുന്ന പോലെ ഒരു മത്സരം ഞാൻ മത്സരിച്ചത്. പുരുഷന്മാരുടെ തലയെ കൈവയ്ക്കാനുള്ള നടത്തിപ്പ ഈ സഹോദരിക്ക് എങ്ങനെ കിട്ടി? ഈ കണ്ട വഴി കൂടെ പോയി വേറെ നടത്തിപ്പോയതിനോട് ചെയ്ത് ഇതിലും കളിക്കുകയും. ആ ദിവസങ്ങളിൽ ഒരു ദിവസം എനിക്ക് വയറ്റിന് വല്ലാത്ത വേദന ഉണ്ടായി. അപ്പൊ ഞാൻ അവിടെ ഉള്ള ഒരു സഭയിൽ ചെന്നു, ഒരു ബന്ധിക്കോ സഭയാണ്. അപ്പം അവിടെ ചെന്ന് അപ്പ യോഗത്തിന് മുമ്പേ ഞാൻ ചെയ്യുന്നു ഫാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാന്ന് വെച്ചു. ഞാൻ ആ ഫാസ്റ്ററോട് പറഞ്ഞു എനിക്ക് വയറ്റിന് വേദനയുണ്ട്, എനിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം. ഇദ്ദേഹം പറഞ്ഞു സഭ ഇത് യോഗ കഴിക്കട്ടെ പ്രാർത്ഥിക്കാന്ന്. യോഗ കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു മുട്ടിമേ തിരിക്കാൻ പോകും. ഞാൻ മുട്ടേരുന്നു. ഈ മനുഷ്യൻ ഇതുപോലെ ഒരു കുപ്പിയില് പച്ചവെളിച്ചെണ്ണ കൊണ്ടുപോകും. എന്നിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചേച്ച് എന്നോട് പറഞ്ഞു വാ വിളിക്കാൻ. ഒരു കവള് പച്ചവെളിച്ചെണ്ണ എന്റെ വായിലോട്ട് ഒഴിച്ചു തന്നു. വെളിച്ചെണ്ണ വായിലൊഴിച്ചാൽ എങ്ങനെ ഇരിക്കും? കോടലെല്ലാം കൂടെ ഇറച്ചെന്റെ വായു. ഞാൻ സ്വോത്രം പറഞ്ഞ് അടിച്ചമർത്തി ഇരിക്കുമ്പോ അടുത്ത അദ്ദേഹം പറയാം പിന്നെ വായി ഒളിച്ചു വന്നു. പിന്നെ ഒരു കവള് വെളിച്ചെണ്ണ വായിലോട്ട് ഒഴിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നാളെ വിടുതലാൻ പോകും. ഒരു കുടം വെള്ളിച്ചെണ്ണ രാത്രി കുടിച്ചേച്ച് വന്നാൽ പിറ്റേ ദിവസം എന്തെല്ലാം സംഭവിക്കാമോ? വെളിച്ചെണ്ണ കുടിപ്പിക്കുന്ന നടത്തിപ്പ് ഇതെങ്ങനെ ഉണ്ടായി? ഈ പറഞ്ഞ പടികളിൽ കൂടെ പോയില്ല. യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുന്ന ഒരാത്മാവിനെ ശൗലിന് കിട്ടിയതാ ഈ പടികളിൽ കൂടെ എല്ലാം പോയി. ഇങ്ങനെ ശൗലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരാത്മാവിനെ അത് ഹൃദയം കൊടുത്തു. ഇതാണ് ന്യൂ ബോട്ട്. ഈ പുതിയ ഹൃദയത്തെ പറ്റി എഗസ്കേൽ പ്രവചനത്തിൽ പറയുന്നത് കൂടെ നോക്കി ആ ഭാഗം വിടുന്നു. എഗസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-ാം വാക്യം. എഗസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കണ്ടോ? പുതിയ ഹൃദയം, പുതിയ ആത്മാവ്. ഇതേ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ നേരത്തെ
വായിച്ച വാക്യത്തിൽ മത്തായി സുവിശേഷത്തിൽ പഴയ വീഞ്ഞ പുതിയ വീഞ്ഞ പഴയ തുരുത്തിയിൽ പകരത്തില്ല, തുരുത്തി പൊളിയും. പുതുവീഞ്ഞ പുതിയ തുരുത്തിയിലേ പകരത്തു. പുതിയ ഹൃദയത്തിൽ മാത്രമേ പുതിയ ആത്മാവിനെ പകരത്തുള്ളൂ. പുതുക്കപ്പെട്ട ഹൃദയത്തിൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പുതിയ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അത് പ്രാപിപ്പാൻ ക്രിയാ ദൈവം നമുക്ക് ഏർപ്പാക്കിയത്. നാലാമത്തെ തുരുത്തി 119 സങ്കീർത്തനം 83 വാക്യം. 119 സങ്കീർത്തനം 83 വാക്യം. ഞാൻ പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ തട്ടുകളെ മറക്കുന്നില്ല. പുകയത്ത് വെച്ച തുരുത്തി. ഒന്ന് അബ്രഹാമിന്റെ തുരുത്തി, ലോകത്തിനടുത്ത കരുതൽ. പറ്റിപ്പോവും, ഉണങ്ങിപ്പോവും, നമ്മെ ചതിക്കും, ആശ്രയിക്കാനൊക്കത്തില്ല. വറ്റാത്ത ഉറവകൾ ദൈവം നമുക്ക് തന്ന ദൈവം നമ്മെ ജയോത്സവമായി നടത്തും. രണ്ട് ദൈവത്തിന്റെ തുരുത്തി, നമ്മുടെ കാണുന്നതിന് സംഭരിച്ചു വയ്ക്കുന്ന തുരുത്തി, പ്രാർത്ഥനിക്കുന്നതായാലും മറുപടിയും. മൂന്ന് ന്യൂ ബോട്ടിൽ, പുതിയ തുരുത്തി, പുതുക്കപ്പെട്ട നമ്മുടെ ഹൃദയം. ആ പുതിയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരുന്നു. പകർന്നു കഴിഞ്ഞാൽ ഈ തുരുത്തിയെ പുകയത്തുകൊണ്ട് കിട്ടും. എന്തിനാ? ഇതിൽ പകർന്നിരിക്കുന്ന വീഞ്ഞിന്റെ വീര്യം വർദ്ധിപ്പിക്കുവാൻ. മറ്റൊന്ന്, ഈ വീഞ്ഞ് കേടുകൂടാതെ സൂക്ഷിക്കപ്പെടുവാൻ. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചെയ്യുവാൻ റബ്ബർ ഷീറ്റൊക്കെ ഉണക്കിക്കൊണ്ടിരുന്നത് പുകയേറ്റിയ, അതുപോലെ മീൻ ഉണക്കിക്കൊണ്ടിരുന്നതും ഈ തോട്ടുപുളിയൊക്കെ ഉണക്കിക്കൊണ്ടിരുന്നത് അടുപ്പിനെ മുകളിൽ ചേരി കെട്ടി ഈ പുകയേറ്റിയത് ഉണക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാധനം കേടുകൂടാതെ ദീർഘകാലം സംരക്ഷിക്കപ്പെടുവാനാണ് പുക കൊടുക്കുന്നത്. അപ്പോൾ തന്നെ വീഞ്ഞിന്റെ വീര്യം വർദ്ധിപ്പിക്കുവാൻ ഈ തുരുത്തി പുകയത്തുകൊണ്ട് കെട്ടുന്നു. അത് വേദനാജനകമാണ്. പുകയത്തി അനുഭവം, ശ്വാസം മുട്ടിക്കുന്ന അനുഭവം, കണ്ണ് നിറയുന്ന അനുഭവമാണ്, വേദനയാണ്. പുതുവീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിനെ എന്നിലും നിങ്ങളിലും പകർന്നിട്ട് അവൻ നമ്മെ പുകയത്തുകൊണ്ട് കെട്ടിയത് നമ്മളിൽ പകർന്ന വീഞ്ഞിന്റെ വീര്യം വർദ്ധിപ്പിക്കുവാൻ. കെട്ടിയ യജമാനെ അറിയാം എന്നീ കെട്ടടിക്കണം, അവൻ ആ കെട്ടടിക്കും. ഈ വീഞ്ഞ അനേകം തീന്മേശകളിൽ വിളമ്പപ്പെടും, അനേകൻ അത് കുടിച്ച ലഹരിയിൽ ആകാടും. നമ്മളിൽ പകർന്ന ശുശ്രൂഷയുടെ വീര്യം വർദ്ധിപ്പിക്കുവാൻ, വിശുദ്ധിയുടെ വീര്യം വർദ്ധിപ്പിക്കുവാൻ, വിശ്വാസത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുവാൻ അവൻ നമ്മെ പുകയത്ത് വയ്ക്കുന്ന അനുഭവങ്ങളുണ്ട്. കെട്ടിയവൻ തക്ക സമയത്ത് കെട്ടഴി. യോസേഫിനോട് ബന്ധത്തിൽ ഒരു വാക്യം 105 സങ്കീർത്തനം 18 വാക്യത്തിലുണ്ട്. യഹോവയുടെ അരുളപ്പാടിനാൽ അവന് ശോധന വന്നു. 105 സങ്കീർത്തനം 18 യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിന് അവന് ശോധന വരികയും ചെയ്യുവോളം അവൻ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളായിട്ട് തന്നെ വിടുവിച്ചു. കണ്ടോ, ഇവന്റെ ശോധനയുടെ കാലം കഴിഞ്ഞപ്പോൾ രാജാവ് ആളയച്ചവനെ വിടുവിച്ചു. അധിപതി അവനെ സ്വതന്ത്രനാക്കി. 17ാമത്തെ വയസ്സിലാണ് ഇവൻ പുകയത്ത് കൊണ്ട് കെട്ടപ്പെട്ടത്. 30ാമത്തെ വയസ്സിൽ അവൾ അഴിക്കപ്പെട്ടു. അവൻ രണ്ടാമനായിട്ട് ഉയർത്തപ്പെട്ടു. നീണ്ട 13 വർഷം അവൻ ചങ്ങലയിൽ കുടുങ്ങപ്പെട്ടു. അവന്റെ ശോധനയുടെ കാലം കഴിഞ്ഞപ്പോൾ ജാതികളുടെ അധിപതി അവനെ എങ്ങനെച്ചു. സ്തോത്രം. എല്ലാ കാലത്തും ദൈവമക്കൾക്ക് ശോധനയും ചങ്ങലയും പുകയത്തിരിക്കുന്ന അനുഭവമല്ല. ദൈവം നമ്മളിലെ വീര്യം വർദ്ധിച്ചു എന്ന് കണ്ടു കഴിയുമ്പോൾ അവൻ നമ്മുടെ കെട്ടുകൾ അഴിക്കും. സ്തോത്രം. അവനെ മിസ്രൈമിൽ രണ്ടാമനായിട്ട് ഉയർത്തിയതുപോലെ ദൈവം നമ്മളെയും ആദരിക്കെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പുകയത്ത് വെച്ച അനുഭവം, പുകയത്ത് വെച്ച തുരുത്തി. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 3 കൂട്ടം മത്സ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. 3 കൂട്ടത്തിലുള്ള മീന. ഒന്നാമത്തെ മീൻ, അതിന്റെ 3-ാം വാക്യം. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ. ശിമോൻ പത്രോസ് അവരോട്,
ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. എവിടെ മീൻ പിടിക്കാൻ പോകുന്നു? തിബരിയാസ് കടലിൽ. ലക്ഷോപലക്ഷം മീൻ ഈ തിബരിയാസ് കടലിലോ. ഉപ്പുവെള്ളത്തിൽ രസിക്കുന്ന ലക്ഷക്കണക്കിന് മീൻ, ചെറുതും വലുതുമായ അസംഖ്യ മീൻ. അതാണ് അധ്യായത്തിലെ ഒന്നാമത്തെ മീൻ. കടലിലെ മീൻ, കടലിലെ മീൻ, എണ്ണമറ്റ മീൻസ്, ഉപ്പുവെള്ളത്തിൽ സന്തോഷിക്കുന്ന മീൻ. ഇനി രണ്ടാമത്തെ മീൻ 11-ാം വാക്യം. 11-ാം വാക്യം. ശിമോൻ പത്രോസ് കയറി 150 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. ഇതാണ് രണ്ടാമത്തെ മീൻ, കരയ്ക്ക് വലിച്ചു കയറ്റി. അപ്പോൾ കരയിലെ മീൻ, കരയിലെ മീൻ ഒരു നിശ്ചിത സംഖ്യ 153. ഈ മീനിനെല്ലാം ഒരൊറ്റ വിശേഷമാണ്, വലിയ മീൻ. ചെറുതൊന്നുമില്ല, എല്ലാം വന്നത്. ഒരു നിശ്ചിത സംഖ്യ 153. ഇത് കരയിൽ കിടക്കുക, ഉപ്പുവെള്ളത്തിൽ നിന്ന് കരയിലായ രണ്ടാമത്തെ കൂട്ടം മീൻ. ഇനി മൂന്നാമത്തെ മീൻ 9-ാം വാക്യം. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കല്ലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും. ഇതാണ് മൂന്നാമത്തെ മീൻ, കനലിലെ മീൻ. കനലിലെ മീൻ. 1 കടലിലെ മീൻ, 2 കരയിലെ മീൻ, 3 കനലിലെ മീൻ. ഈ ഡാൻസ് പട്ടണ ജനതയെ ഇതുപോലെ 3ആയിട്ട് തിരിക്കാം. 10,000-കണക്കിന് ആൾക്കാർ ഈ പട്ടണത്തിൽ തിങ്ങി പാർക്കുന്നു. പാപം പച്ചവെള്ളം പോലെ കുടിച്ചു യഥേഷ്ടം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പട്ടണത്തിലുണ്ട്. എന്താ ഇന്ന് വൈകിട്ട് ഞാൻ കൺവെൻഷൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനത് എന്നെ നാട്ടുകാരൻ. അപ്പൊ എന്റെ സഹോദരനുണ്ട് കാതൽ. അപ്പൊ ആ ഫുട്പാത്തിൽ ഇത് കാഴ്ച ഒരു 10-21 വയസ്സുള്ള കൊച്ചൻ ഇങ്ങനെ മുട്ടേ നിൽക്കുന്നു, ഒരു പെൺകുട്ടി ഇങ്ങനെ മുമ്പിക്കുന്നു. ഈ പയ്യന് ഒരു ബൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നു. വളരെ 2 പെൺകുട്ടികൾ അടുത്തിരിക്കുന്നു. അപ്പൊ എനിക്ക് അത് മനസ്സിലായില്ല. അവൻ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടി ഇങ്ങനെ ചിരിച്ച മുഖമൊക്കെ പൊത്തിയിരിക്കുന്നു. ഈ കൂടെ ഇരിക്കുന്ന പെൺപിള്ളേർ ചിരിക്കുന്നു. അപ്പൊ എന്റെ കാതിൽ തന്നെ എന്റെ അനുജനം പോലെ വയ്യോ ഇത് വഴി വെച്ചാണ് നടക്കുന്നത്, പെരുമാതിരി കൂടി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എന്താ വഴി നടന്നത്? അപ്പൊ പറഞ്ഞു എൻഗേജ്മെന്റ് ആണ്, ഇവ തമ്മിൽ വാക്ക് കൊടുക്കുക. ഞാൻ തന്നെ കല്യാണം കഴിക്കാൻ നടന്നോടി. ഇത് കണ്ട കഴിച്ച് എന്റെ പൊന്നച്ചൻ ഞാൻ ലോകം. ഞാൻ തന്നെ കല്യാണം കഴിക്കാന്ന് കൊച്ച വാക്ക് കൊടുക്കാന്ന് ഒക്കെ പിടിച്ച് മുട്ടുകൂത്തി പാപം പച്ചവെള്ളം പോലെ കുടിച്ച യഥേഷ്ടം ജീവിക്കുന്ന അനേകരി പട്ടണത്തിൽ ജീവിക്കുമ്പോ സുവിശേഷമാകുന്ന വലയിലകപ്പെട്ട രക്ഷിത ഗണം അവിടെവിടെയായി പട്ടണത്തെ ദൈവത്തെ ആരാധിക്കുന്നു. ആ ഗണത്തിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ വലിയവരാണ്. വലിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസന്നിധി വിലയേറിയവരും മാന്യന്മാരുമാണ്. സ്തോത്രം. അപ്പോൾ തന്നെ മൂന്നാമതൊരു കൂട്ടം മീനുണ്ട്. അത് കനലിൽ ഇരിക്കുന്ന മീനാണ്. ഈ കനൽ ഒരുക്കിയതാര്? യേശു കർത്താവ്. ആ 21-ാം അധ്യായം 4-ാം വാക്യം ശ്രദ്ധിച്ചാൽ കർത്താവ് കരയ്ക്ക് നിന്നിരുന്നു എന്നാണ്. വന്നു എന്നല്ല, അവൻ കരയിൽ നിന്നിരുന്നു. ഒരു കണ്ടിന്യൂസ് ടെൻസാണ്. കഴിഞ്ഞ രാത്രി മുതൽ കർത്താവ് അവിടെ നിൽക്കുക. ഈ ശിഷ്യന്മാർ പടവും വലയും എടുത്ത് പോയി ആ സമയം മുതൽ കർത്താവ് അവിടെ നിൽക്കുക. ഈ ശിഷ്യന്മാർ മടങ്ങി വരും, ക്ഷീണിച്ചു മടങ്ങി വരും, നിരാശരായി മടങ്ങി വരും, വിശന്ന് മടങ്ങി വരും. അവർക്ക് വേണ്ടി കർത്താവ് കനലൊരുക്കി. കർത്താവ് മീനെ പിടിച്ചു. കർത്താവാണ് മീനെ കനലിൽ വച്ചത്. എന്തിനാ? വിശന്ന് വരുന്ന ശിഷ്യന്മാരുടെ വിശപ്പടക്കുക. ഇന്ന് രാത്രി കനലിൽ ഇരിക്കുന്ന ചില മത്സ്യങ്ങൾ ഇതിന്റെ മധ്യത്തിലുണ്ട്. സ്തോത്രം. കനലിൽ ഇരിക്കുന്ന മത്സ്യത്തിന് കരയിൽ കിടക്കുന്ന മത്സ്യങ്ങളുമായി തങ്ങളുടെ ജീവിതം തുലനം ചെയ്യാൻ അനുവാദമില്ല. ഇന്ന മത്സ്യത്തിനും ഇല്ലാത്ത ഈ തീച്ചൂള എനിക്ക് എന്തിനെന്ന് ചോദിക്കാൻ നിനക്ക് അനുവാദമില്ല. നിന്നെ പിടിക്കുവാൻ അവന് തിരുവുളമുണ്ട്. നിന്നെ ഈ തീച്ചൂളയിൽ വയ്ക്കുവാൻ അവന് മനസ്സായി. എന്തിനാ? വിശന്ന് വരുന്ന ശിഷ്യന്മാരുടെ വിശപ്പെടുത്തുക. ഒരു വലിയ ശുശ്രൂഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവത്തിന്റെ ഈ തീച്ചൂളെ കൂടി കടത്തി വിടുന്നതെന്ന് ഒരിക്കലും വിസ്മരിക്കരുത്. സ്തോത്രം.
തീച്ചൂള എന്തിനാ? അനേകരുടെ വിശപ്പെടുക. തീച്ചൂളയിൽ നിൽക്കുന്ന ജീവിതങ്ങൾക്ക് തങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതമായി തുലനം ചെയ്യാൻ അവകാശം. പുകയത്തു വെച്ച തുരുത്തി പോലെ ഞാൻ പുകയത്തു വെച്ചത് ഒരു തുരുത്തി കൂടെ പറഞ്ഞതിന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ശേഷം കാര്യങ്ങൾ നാളെ രാത്രി നമുക്ക് ഇതേ വിഷയം തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാം. വേദപുസ്തക തുരുത്തികളിലെ 5-ാമത്തെ തുരുത്തി, ന്യായന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. ജഡ്ജസ് 4:19. ന്യായന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവനവളോട് എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തരണമെന്ന് പറഞ്ഞു. അവൾ പാൽ തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു. ബോട്ടിൽ ഓഫ് മിൽക്ക്, പാൽ തുരുത്തി. ചരിത്രം നമുക്കറിയാം. 900 ഇരുമ്പ് രഥങ്ങളുള്ള സീസർ ദൈവജനമായ യുദ്ധത്തിനായി വന്നിരിക്കുകയാണ്. ബാലാക്കാണ് രാജാവ്, ദബോരയാണ് ന്യായാധിപ പ്രവാചകൻ. ദബോര ബാലാക്കിനോട് പറഞ്ഞു, സൈന്യത്തെ കൂടി യുദ്ധത്തിന് പോ. ബാലാക്ക് പറഞ്ഞു, നീ കൂടെ എന്നോട് യുദ്ധത്തിന് പോകും. അവൾ പറഞ്ഞു, ഞാൻ യുദ്ധത്തിനത് കിട്ടിയാൽ മഹത്വ സ്ത്രീക്കായി പോകും, അത് സാരമൊന്നുമില്ല, നീ കൂടെ വന്നേക്കാൻ. ഈ പ്രവാചി യുദ്ധത്തിന് പോയി. പൊരിഞ്ഞ യുദ്ധം നടക്കുക. ദൈവജനത്തിന് രഥങ്ങളില്ല, ശത്രുവിനാണ് ഇരുമ്പ് രഥങ്ങൾ. നമ്മൾ ന്യായന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ദബോര പാടുന്ന പാട്ടിൽ ഈ ജയത്തിന്റെ കാരണം, ഈ യുദ്ധത്തിലെ ജയത്തിന്റെ കാരണം വിശകലനം ചെയ്യുന്നു. അതിലവൾ പാടുന്നുണ്ട്, യുദ്ധമധ്യേ യഹോവയെ ഞങ്ങൾക്കായി യുദ്ധത്തിനായി ഇറങ്ങി വന്നു. ഈ യുദ്ധം ജയിക്കാൻ കാരണം ഞങ്ങളുടെ കൈമിടുക്കല്ല, യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി വന്നു. അടുത്ത് പാടുന്നു, നക്ഷത്രങ്ങൾ സ്വഗതികളിൽ പൊതിഞ്ഞു. നക്ഷത്രങ്ങൾ അവിടെ പറഞ്ഞത് ദൂതന്മാരുടെ കാര്യം. ദൂതന്മാർ ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. അടുത്തവിടെ എഴുതുന്നു, സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കള വേളുകളിൽ തന്നെ. ഈ യുദ്ധം ജയിക്കാൻ കാരണം പ്രാണനെ ത്യജിച്ച പോർക്കള വേളുകളിൽ നിൽക്കുന്ന 2 ഗോത്രങ്ങൾ ഉണ്ടായതുകൊണ്ട്. ആ യുദ്ധത്തിൽ സീസർ തോറ്റു. അവൻ തോറ്റോടുമ്പോൾ യാഗാന്റെ കൂടാരത്തിൽ ചെന്നു ഒളിച്ചു കിടക്കുക. അവൻ ആവശ്യപ്പെട്ടു, എനിക്ക് കുടിപ്പാൻ വെള്ളമാണ്. വിവേകവതിയായ യായെ പാൽ തുരുത്തി തുറന്നു അവന് കുടിപ്പാൻ പാൽ കൊടുത്തു. ഇവൻ അവിടെ കിടക്കുമ്പോൾ ഇവളൊരു പരവതാനി കൊണ്ട് ഇവനെ മൂടി. കാരണം പിന്നെ കൂടാരത്തിൽ നടക്കുന്നത് ഇവൻ കാണാൻ പാടില്ല. ശത്രു, ദൈവജനത്തിന്റെ ശത്രു എന്റെ കൂടാരത്തിൽ ഒളിച്ചു കിടക്കുക. ഇന്ന് ശത്രു എന്റെ കൂടാരത്തിൽ പട്ടുവീഴണം. ഇവളൊരു ആയുധം അന്വേഷിക്കാൻ തുടങ്ങി. ഇവൾ ഒന്നാമത്തെ സ്ത്രീയെ വലിയ ആയുധം നടക്കാനൊക്കത്തില്ല. ഒരു ചുറ്റിക കിടക്കുന്നവർ. ഇവൻ ഒരു കുറ്റി എടുത്തു. മലയാള വേദപുസ്തകത്തിലൊക്കെ കുറ്റി എടുത്തു എന്ന് വായിക്കുമ്പോൾ താഴെ കിടക്കുന്ന ഒരു കുറ്റി എടുത്തു എന്നൊരു ധ്വനി അതിനകത്തുള്ളത്. പക്ഷെ അങ്ങനല്ല. ബൈബിൾ കമന്ററികൾ നോക്കണം. കൂടാരത്തിന്റെ കുറ്റി ഇളക്കിയെടുത്തെന്ന് എഴുതിയത്. കൂടാരത്തിന്റെ കാത് കുറ്റികൾ കെട്ടിയാണ് ചെങ്കടിച്ചേക്കുന്നത്. പട്ടാളക്കാരുടെ ബാരക്സ് മനസ്സിൽ കൊണ്ടുവന്നാണ്. ഈ കുറ്റിയാണ് ഇവൾ ഇളക്കുന്നത്. താഴെ കിടന്ന കുറ്റി എടുക്കുക ചെയ്യുന്നത്. കുറ്റികളിൽ ഒന്ന് അവൾ ഇളക്കിയെടുത്തു. കുറ്റി ഒന്ന് ഇളകിയ കൂടാരം ചായി. ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടാരം ചാഞ്ഞാഞ്ഞു വരികയാണ്. കുറ്റിയിൽ നിന്ന് കൈവിട്ടില്ല. എന്റെ കൂടാരം ചാഞ്ഞാലും വേണ്ടില്ല, ഇന്ന് ശത്രു എന്റെ കൂടാരത്തിൽ പട്ടുവീഴണം. ശത്രുവിനെതിരായി യുദ്ധം ചെയ്യുന്ന ദൈവമക്കളുടെ കംഫർട്ട് സോൺ, ഭവനത്തിലെ സുഖ സൗകര്യങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. അത് വകവയ്ക്കാതെ ഈ പടക്കളത്തിൽ അടരാകുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുറ്റി കൈയെടുത്തു. അപ്പോഴത്തെ കൂടാൻ രാജികൾ അവൾ വകവയ്ക്കാതെ ഈ കുറ്റിയും ചുറ്റികയും എടുത്ത സീസയുടെ ചെന്നിക്ക് വെച്ച അവനെ ആഞ്ഞടിച്ച് തല്ലി തകർത്തു. ദൈവത്തിന് മഹത്വം. ഈ ചുറ്റി, ഈ പാല്, ഈ ചുറ്റിക, ഈ കുറ്റി എന്നെല്ലാം പറയുന്നത് ദൈവവചനമാണ്. 1 പത്രോസ് 2-ാം അധ്യായം 2-ാം വാക്യം. വചനമെന്ന ഒന്ന് വായിക്കുക. 1 പത്രോസ്
2-ാം അധ്യായം 2-ാം വാക്യം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പി. അപ്പൊ പാലത്തിനെ കാണിക്കുന്നു ദൈവവചനം. ദൈവവചനം. ഇനി ചുറ്റികേടിനെ കാണിക്കുന്നു ഇരമ്യാ പ്രവചനം 23-ാം അധ്യായം 29-ാം വാക്യം. എന്റെ വചനം തീ പോലെ പാലയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. ദൈവത്തിന്റെ വചനം ചുറ്റിക, ദൈവത്തിന്റെ വചനം പാല. സീസരെ തകർക്കുവാൻ യായെ കയ്യിലെടുത്തത് പാല് ചുറ്റികയിലെങ്കിൽ ശത്രുവിനെതിരായി നമ്മൾ കൈയെടുക്കുന്നത് ദൈവത്തിന്റെ വചനം. കർത്താവിനെ പരീക്ഷിക്കാൻ സാത്താൻ 3 പരീക്ഷ. ആ 3 പരീക്ഷയെ കർത്താവ് ജയിച്ചത് വചനമാണ്. 1 വിശപ്പിന്റെ പരീക്ഷ, 2 ദൈവത്തിന്റെ കരുതലിന്റെ പരീക്ഷ, 3 പ്രതാപത്തിന്റെ പരീക്ഷ. വിശപ്പിന്റെ പരീക്ഷ കർത്താവ് 40 ദിവസം ഉപവാസം കഴിച്ചിട്ടില്ല. ഉപവാസം കഴിഞ്ഞപ്പോൾ യേശു കർത്താവിന് വിശന്നു. അങ്ങനെ എഴുതിയേക്കും. അതിന്റെ അർത്ഥം ഉപവാസ ദിവസങ്ങളിൽ യേശു വിശന്നില്ല. എന്റെ ആയുസ് ഞാൻ ഒരു പ്രാവശ്യം 40 ദിവസം ഉപവസിച്ചു. ഈ 40 ദിവസം ഉപവസിച്ചതിനിടയ്ക്ക് എനിക്ക് 40 വട്ടം അല്ല വിശപ്പ് വന്നത് അതിലധികം. ഇപ്പൊ പലപ്പോഴും 3-7 ദിവസം ഉപവസിക്കും. 3 ദിവസം ഉപവസിക്കുമ്പോൾ 30 വട്ടം വിശപ്പ്. പിന്നെ കഴിക്കാനൊക്കെ തീരുമാനോട് തിരികെയല്ലേ. കർത്താവ് 40 ദിവസം ഉപവസിച്ചപ്പോൾ വിശന്നില്ല. ഉപവാസം കഴിഞ്ഞ യേശു വിശപ്പോ. ഉടനെ സാത്താൻ വന്ന് പറയുക, വിശപ്പുണ്ടല്ലോ മുമ്പിൽ കല്ലെടുക്കുന്നുണ്ട്, കണ്ടു, നീ കല്ലപ്പമാക്കി നീ തന്നെ. അതിന്റെ ഒരു പരീക്ഷയപ്പോ നീ എടാ സാത്താനെ നീ പിടിക്കാനാണെങ്കിൽ നീ പറയണം കല്ലാണ് കണ്ടു, ഞാൻ അപ്പമാക്കാന്ന് പറഞ്ഞ നീ കല്ലപ്പമാക്കണം. അപ്പൊ ആക്കിയ കർത്താനോട് പറയണം ഞാൻ ഉണ്ടാക്കി അപ്പം തിന്ന എന്ന് പറഞ്ഞാൽ പരീക്ഷയാണ്. അതിന് പകരം പറയാം നീ കല്ലപ്പമാക്കി നീ നോക്കണം. അതിന് നിന്റെ ഒത്താശയുടെ കർത്താവ് വേണം. നേരെ രൂപ കർത്താവിന്റെ മുമ്പിൽ നിന്ന് പരീക്ഷ എഴുതാൻ കഴിയാത്ത നാണം കെട്ടവനാണ് സാത്താൻ. ഇനി 2ാമത്തെ പരീക്ഷ ഉയർന്ന മരണങ്ങളും കോപനത്തെ കൊണ്ടുവന്നേച്ച് മതി ചാടം ചാടം. നിന്റെ കാല് വല്ലി തട്ടിപ്പോകാതെ ദൂതമാട് കപ്പി. ഇവിടെ നീ ഒന്നെങ്കിൽ മനഃപൂർവ്വം വാക്യം കൂട്ടി മാറ്റിയത്, ഇല്ല നിനക്ക് വാക്യം അറിയത്തില്ലെന്ന് പറയാനൊക്കത്തില്ല. ഇവനെല്ലാം കൊടുക്കലുണ്ട്. ചാടുന്നവനെ താങ്ങാമല്ല വാക്യം, വീഴുന്നവനെ താങ്ങാം വാക്യം. മനഃപൂർവ്വം ചാടുന്ന ഒരുത്തനായി ദൈവം താങ്ങത്തില്ല. അബദ്ധവശാൽ കാലിടറിയാൽ 1 അല്ല 3 വട്ടം കർത്താവിന്റെ ശാശ്വത ഭുജത്തിൽ നമ്മെ താങ്ങിയിട്ടുണ്ട്. ഈ ശത്രുവിന്റെ മേൽ നമുക്ക് ജയമുണ്ട്. സ്വസ്ഥാനികൾ എഴുന്നേറ്റ് നിൽക്കാം. നിശ്ചയിക്കപ്പെട്ട ആ സമയമാണ്. ഗായക സമൂഹം സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് ദയവായി. ലോകത്തിന്റെ കരുതലുകൾ അബ്രഹാമിന്റെ ഒരു തുരുത്തി വെള്ളത്തിന് സമാനമാണ്. ലോകം നിനക്ക് വേണ്ടി എന്ത് കരുതിയാണ് അത് അബ്രഹാമിന്റെ ഒരു തുരുത്തി വെള്ളത്തിന് സമാനമാണ്. വറ്റാത്ത ഉറവകൾ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. ദൈവസന്നിധിയിൽ കരയുന്ന മാതാവേ പിതാവേ, കരച്ചിലിന് മറുപടിയുണ്ട്. നിന്റെ തോരാത്ത കണ്ണീരിന് മറുപടിയുണ്ട്. ഇതവന്റെ തുരുത്തിയിലുണ്ട്. പുതിയ തുരുത്തിയാക്കി നിന്റെ ഹൃദയത്തെ മാറ്റി പുതിയ അതിൽ പകർന്നെങ്കിൽ നിന്നെ പുകയത്തുകൊണ്ട് വച്ചിരിക്കുന്ന അനുഭവം. എന്തിനീ തീച്ചൂള, എന്തിനീ പുകയത്തു വച്ച അനുഭവം? നിന്നിലെ വീര്യം വർദ്ധിപ്പിക്കുക, നിന്നെ ശുശ്രൂഷയുടെ മാറ്റി വർദ്ധിപ്പിക്കുക, ചോദ്യം ചെയ്യാൻ അനുവാദമില്ല. കനലിൽ ഇരിക്കുന്ന മത്സ്യം പോലെ നീ ഇന്ന് കനലിൽ നിന്ന് ചുട്ടുകൊള്ളുകയാണ്. യാമങ്ങളിലും യാമാരംഭങ്ങളിലും കണ്ണുനീരോട് കിടക്കെ നനയ്ക്കുന്ന ചില ജീവിതങ്ങളുടെ മധ്യത്തിലും എന്റെ പാനീയത്തിൽ കണ്ണുനീര് കലങ്ങുന്നു. ദാവീദിന്റെ അനുഭവം നിന്റെയും ജീവിത അനുഭവം. ഞാൻ ചാടം പോലെ അപ്പം തിന്നുന്നു. ഇത് നിന്റെയും അനുഭവം. രാത്രിയിൽ എനിക്ക് കിടക്കയിൽ ഉരുളുകിയ പണി. ഇത് കേവലം ഇയ്യോബിന്റെ അനുഭവമല്ല, നിന്റെയും അനുഭവം. എന്തിനീ തീച്ചൂട, എന്തിനീ പുകയുടെ അനുഭവം? നിന്നിലെ വീര്യം വർദ്ധിപ്പിക്കുക, നിന്നിലെ വീര്യം വർദ്ധിപ്പിക്കുവാൻ സ്തോത്രം.
ശത്രുവിനെതിരായി നാം ദൈവവചന കയ്യിലെടുക്കുന്നു. നമ്മുടെ കംഫർട്ട് സോൺ തകർന്നു വന്നേക്കാം. അന്തിമമായ വിജയം ദൈവജനത്തിൽ. നമുക്ക് വിശ്വാസത്തോടെ പാടി ഈ നല്ല കർത്താവിനെ ആരാധിക്കാം. സർവായുധങ്ങൾ ധരിച്ചിടുക